അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ജാറങ്ങളിലും ഉറൂസുകളിലും നേർച്ചപ്പൂരങ്ങളിലും ഔലിയാക്കളെന്ന് പറയപ്പെടുന്ന ആളുകളിലും അഭിരമിച്ച് കഴിഞ്ഞു കൂടിയിരുന്ന ഒരു സമുദായത്തെ അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിക്കാനാണ് ഒരു നൂറ്റാണ്ട് മുമ്പ് സാത്വികരായ മുവഹിദുകൾ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രസ്ഥാനമുണ്ടാക്കിയത്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് പകരം മക്ബറകളിലേക്കും ഔലിയാക്കളെന്ന് പറയപ്പെടുന്ന ആളുകളിലേക്കും ചുരുണ്ടുകൂടുന്ന സ്വഭാവമായിരുന്നു ഒരു നൂറ്റാണ്ട് മുമ്പത്തെ മുസ്ലിം സമുദായത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമുദായത്തെ അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ വിറളി പൂണ്ട പുരോഹിത വർഗം അതിന് ബദലായി ഉണ്ടാക്കിയ പിന്തിരിപ്പൻ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എന്നാൽ രൂപീകൃതമായ അന്നു മുതൽ ഒരു നൂറ്റാണ്ട് തികയുന്ന ഇന്ന് വരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് അവർ ജനങ്ങൾക്ക് മുമ്പിൽ പ്രവർത്തിക്കാറുള്ളത്. തങ്ങളാണ് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെന്നും തങ്ങളുടെ പ്രസ്ഥാനം രൂപീകരിച്ചത് ഔലിയാക്കളാണെന്നും അതിന് റസൂലിന്റെ അനുവാദമുണ്ടെന്നും പ്രഥമ യോഗത്തിലെ പ്രാർത്ഥനയ്ക്ക് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് സാധാരണ ഇവർ ജനങ്ങൾക്ക് മുമ്പിൽ ഗീർവാണം മുഴക്കാറുള്ളത്. ഇത്തരത്തിലുള്ള കളവുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടാണ് ഈ പുരോഹിതവർഗം ഈ സമൂഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുന്നത്. ആദ്യം തന്നെ അത്തരത്തിൽ ബഡായി പറയുന്ന ഒരു മുസ്ലിയാരുടെ പ്രസംഗത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇത് സിറാത്ത് മുസ്തഖീമിന് വേണ്ടി അള്ളാഹുവിന്റെ ഔലിയാക്കളായ ദുആ ചെയ്താൽ തൊട്ടാൽ പൊട്ടുന്ന ദുആയുടെ ഉടമകളായ ഒരു കറാത്ത് പോലും ജീവിതത്തിൽ തപ്പിയാൽ തരിമ്പ് പോലും കാണാൻ കഴിയാത്ത വിശുദ്ധമായ ജീവിതത്തിന്റെ ശുദ്ധാത്മാക്കളായ ഒരു പിടി മഹാന്മാരായ ആരിഫീങ്ങൾ ഔലിയാക്കൾ ഉണ്ടാക്കിയത് അത് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, ചിത്രതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, വാചാലതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, ഗീർവാണ പ്രഭാഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, പ്രശസ്തിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, പണക്കൊതിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, പടച്ചോന് വേണ്ടി ഉണ്ടാക്കിയതാ. പടച്ചോന് വേണ്ടി ഉണ്ടാക്കിയതാ. അതെന്താ മൂപ്പര് പറഞ്ഞത്? ഇത് സിറാത്തുൽ മുസ്തഖീമിന് വേണ്ടി തൊട്ടാൽ പൊട്ടുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഈ സമസ്ത. ഇത് വിധ്വംസക പ്രവർത്തനത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, വാചാലതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, ഗീർവാണത്തിനും വേണ്ടി ഉണ്ടാക്കിയതല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, പണക്കൊതിക്കും വേണ്ടി ഉണ്ടാക്കിയതല്ല, പിന്നെന്തിനു വേണ്ടി ഉണ്ടാക്കിയതാ? അള്ളാഹുവിനും വേണ്ടി ഉണ്ടാക്കിയതാണ്. അവസാനം പറഞ്ഞത് മാത്രമാണ് കളവ്. ഇത് അള്ളാഹ്ക്കും വേണ്ടി ഉണ്ടാക്കിയതാണോ അത് അല്ലാത്തവർക്കും വേണ്ടി ഉണ്ടാക്കിയതാണോ എന്ന് ഇൻഷാ അല്ലാഹ് വരും. അപ്പോൾ സാധാരണ പറഞ്ഞ വർത്താനാണ്. മഹാന്മാരായ ആരിഫീങ്ങൾ, ഔലിയാക്കൾ ഇത് അള്ളാഹിന്റെ റസൂലിന്റെ നിർദ്ദേശപ്രകാരം സിറാത്തുൽ മുസ്തഖീമിന് വേണ്ടി ഉണ്ടാക്കിയാണ് സമസ്ത. ഇനി എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയത്? അത് ഇവർ തന്നെ പല പ്രാവശ്യം എഴുതിയതും പ്രസംഗിച്ചതുമായ സത്യം വേറുണ്ട്. എന്തിനാ സമസ്ത ഉണ്ടാക്കിയത്? ഇത് അല്ലാത്ത ആളുകളെ വിളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് സമസ്ത. ജാറങ്ങളിലും നേർച്ചപ്പൂരങ്ങളിലും ഉറൂസുകളിലും ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു സമുദായത്തെ അള്ളാഹുലേക്ക് തിരിച്ചു വിളിക്കാൻ വേണ്ടി സാത്വികരായ മുവഹിദുകൾ ഒരു പ്രസ്ഥാനമുണ്ടാക്കിയപ്പോ അതിൽ കണ്ണുകടി മൂത്ത്, അസൂയ മൂത്ത്, അസഹിഷ്ണുത മൂത്ത് അള്ളാഹു അല്ലാത്തവരിലേക്ക് തന്നെ തിരിച്ചു വിളിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത്. അത് വേറെ മുസ്ലിയാർ തന്നെ പറയട്ടെ. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലമനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലമനെ യാ ഓസുല്ലാലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുഅ്മിനീങ്ങളെ. സഹോദരങ്ങളെ, ഇതാണ് സത്യം. ഇതിനു വേണ്ടിയിട്ടാണ് സമസ്ത എന്ന പിന്തിരിപ്പൻ പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയത്. എന്തിനു വേണ്ടിയിട്ട്? യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ആവേശത്തോടെ വിളിക്കുന്ന ഒരു സമുദായത്തെ, ഒരു വിഭാഗത്തെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ് സമസ്ത ഉണ്ടാക്കിയത്. ബാക്കിയൊക്കെ കളവാ. അങ്ങനെ ഉണ്ടാക്കാനുള്ള പശ്ചാത്തലം എന്താ? അള്ളാഹുവിനെ മാത്രം വിളിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിലേക്ക് മാത്രം അടുക്കുന്ന ഒരു സമുദായത്തെ ഒരു വിഭാഗം പണ്ഡിതന്മാർ വാർത്തെടുക്കുമോ എന്ന് ഭയപ്പെട്ട് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചു വിളിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത്. സമസ്തയുടെ ഒരു നൂറ്റാണ്ട് കാലത്തെ ഇന്നോളമുള്ള പ്രവർത്തനം പരിശോധിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുന്ന സംഗതിയാണത്. അവരെ അള്ളാഹുവിലേക്ക് വിളിച്ചിട്ടില്ല, അല്ലല്ലാത്ത ആളുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ മഹത്വവും പോരിശയും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിലുള്ള കള്ളക്കഥകളും കറാമത്ത് കഥകളും പൊടിപ്പും തൊങ്ങലും വെച്ച് പെരുപ്പിച്ച് കാണിച്ച് അതിൽ ജനങ്ങളെ ഭ്രമിപ്പിച്ചു നിർത്തിയാണ് ഈ സമുദായത്തെ അവർ ഒരു നൂറ്റാണ്ട് കാലമായി ആട്ടിത്തെളിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. എത്രത്തോളം
അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകളോട് ചോദിക്കാം എന്ന് പരസ്യമായി ലജ്ജയില്ലാതെ ഉളുപ്പില്ലാതെ പറയുന്ന ഒരു പുരോഹിത വർഗത്തെയാണ് 100 നൂറ്റാണ്ട് കാലം കൊണ്ട് സമസ്ത വാർത്തെടുത്തിട്ടുള്ളത്. ഇത് വെറുതെ പറയല്ല. ഫാത്തിഹ സൂറത്തിലെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന, സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ വഴി ചേർക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന പോലും അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കാമെന്നാണ് സമസ്ത പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേട്ടോളയും. ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗ്ഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹ്യിദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹ്യിദ്ദീൻ ശൈഖ് ഖാരിഖല്ല, ഒരു മുഹ്യിദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി. അത് ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അതിൽ യാതൊരു സംശയമില്ല. സഹോദരങ്ങളെ, ഇതാണ് സമസ്തയുടെ ആകത്തുക. സമസ്ത എന്ന പ്രസ്ഥാനം ഉരുട്ടിപ്പരട്ടിയ ഒരു ഗുളിക രൂപത്തിലാക്കി കഴിഞ്ഞാൽ ഇതാണ് ആ സാധനം. ഫാത്തിഹ സൂറത്തിലെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന അള്ളാഹുവിനോട് ചോദിക്കേണ്ട ആ ചോദ്യം, ആ പ്രാർത്ഥന, അത് മൊയ്തീൻ ശേഖിനോട് ചോദിക്കാം. ഒരൊറ്റ നിബന്ധന, മൊയ്തീൻ ശേഖ് ഖാലിഖാണെന്ന് വിശ്വസിക്കാൻ മതി. സ്രഷ്ടാവാണ് എന്ന് വിശ്വസിക്കാതിരുന്നാൽ എല്ലാം ചോദിക്കാനാ. എടോ, കുറച്ചും കൂടി മാന്യത, സൃഷ്ടാവാണെന്ന് വിശ്വസിച്ച് ചോദിക്കണല്ലേ. ഒരു ലോജിക്ക് വെച്ച് നോക്കുമ്പോ ആ ചോദ്യത്തിന്റെ ഒരു ന്യായം ഉണ്ടല്ലോ. ഇത് സ്രഷ്ടാവല്ല, കേവലം സൃഷ്ടി മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനോട് അള്ളാഹിനോട് ചോദിക്കണ ചോദ്യങ്ങൾ ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യായം വേണ്ടേ ഇത്? അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് സമസ്ത. ഇനി ഈ സമസ്ത എന്ന് പറഞ്ഞ ഈ പിന്തിരിപ്പും പ്രസ്ഥാനം ഉണ്ടല്ലോ, ഈ പ്രസ്ഥാനത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ ബദറും ഉഹുദും എല്ലാം തന്നെയാണ് അവർ പറയണത്. കേട്ടോളയും. ഫലസ്തീനിലെ 7000 കുട്ടികൾ ഷഹീദായി, അവരെ കൂടെയാണ് നമുക്ക് സ്വർഗത്ത് പോകേണ്ടത്. നമുക്ക് ഷഹീദായാലും നമ്മളെ ബദർ എന്താണെന്ന് നിങ്ങൾ സമസ്തക്ക് പ്രവർത്തിക്കുക. അതന്നെയാണ് ബദർ, ഇതന്നെയാണ് ഉഹുദ്, ഇതന്നെയാണ് ഖന്തക്കിന്റെ കടങ്ങ് ഒഴിക്കുക എന്ന് പറഞ്ഞാൽ സമസ്തക്ക് വേണ്ടിയിട്ട് കൊടികുത്താൻ കൊഴി ഒഴിക്കുക. അതന്നെ. അപ്പൊ ഫലസ്തീനിൽ 7000 കുട്ടികൾ ഷഹീദായില്ലേ? നമുക്ക് അങ്ങനെ ഷഹീദാളെ വകുപ്പൊന്നും പറയല്ലോ. അപ്പൊ നമുക്ക് ഷഹീദിന്റെ കൂലിട്ടാളെ വകുപ്പ് എന്താ? സമസ്തക്കും വേണ്ടി പ്രവർത്തിക്കുക. ഏത് സമസ്ത? മുകളിൽ പറഞ്ഞ ആ പിന്തിരിപ്പൻ സമസ്ത. അല്ലല്ലാത്ത ആളുകളിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആ സമസ്ത ഉണ്ടല്ലോ, ആ പ്രസ്ഥാനത്തിനും വേണ്ടി പ്രവർത്തിക്കലാണ് നമ്മളെ ബദറും നമ്മളെ ഉഹുദും നമ്മളെ ഖന്തക്കും. നമുക്ക് ഇവിടെ കിടങ്ങുത്താൻ കേൾപ്പില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? സമസ്തക്കും വേണ്ടി ആ കൊടി കുത്താൻ വേണ്ടി കുഴി കുത്തുണ്ടല്ലോ, ആ കുഴിയാണ് നമ്മളെ ഖന്തക്ക്. ഇപ്പൊ കാസർഗോഡ് ജില്ലയിലെ കുനിയില് സമ്മേളനം നടത്താൻ വേണ്ടി കുറെ കൊടിമരും കാലൊക്കെ കുത്തിയല്ലോ. അപ്പൊ ആ കുഴിത്താൻ വേണ്ടി പങ്കെടുത്ത പണിക്കാരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും ഖന്തക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത ജിഹാദികളാണ്, പോരാളികളാണ്. ഒരു മരിച്ചു കഴിഞ്ഞാൽ ഒരു ഷഹീദാണ് പോയി പറഞ്ഞു വരുന്നത്. സഹോദരങ്ങളെ, പറണീന് ഒരു ലക്കുലകാനുമില്ല, ഒരു ഉളുപ്പുമാനുമില്ല. ഇവർ ഈ സമസ്ത എന്ന് പറയുന്ന ഈ മൂരാച്ചി പ്രസ്ഥാനത്തിന് ഇവർ വെള്ളപൂശി കൊണ്ടുപോയി വെച്ച കോലാണിത്. കഴിഞ്ഞിട്ടില്ല. ഈ സമസ്തന്റെ നേതാക്കന്മാരുണ്ടല്ലോ, ഈ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അള്ളാഹ് പരിശുദ്ധ ഖുർആനിൽ വാഴ്ത്തി പറഞ്ഞ ആ മഹാന്മാരെക്കാട്ടി മുകളിലാണ് സമസ്തന്റെ നേതാക്കന്മാരെന്നാണ് അടുത്ത വെടി. കേട്ടോളിയും. വെള്ളിയാഴ്ചയിൽ പതിവായി പാരായണം ചെയ്യുന്ന സൂറത്താണ് അൽ കഹ്ഫ് അല്ലേ? അൽ കഹ്ഫ് സൂറത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു നായുണ്ട്. ആ നായ നാളെ സ്വർഗ്ഗത്തിലാണ്. 7 മഹാന്മാരായ ഔലിയാക്കൾ, അവര് ശംസുലമെ പോലെ പഠിച്ച് വളർന്ന ഔലിയാക്കളായവരല്ല. അവർക്ക് ഇൽമില്ല, അവർ കർഷകന്മാരാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഇത് ശരിയല്ല, ഈ രാജാവിന്റെ ഈ കളി ശരിയല്ല എന്ന അഹന്തക്കെതിരെ സടകുടഞ്ഞെഴുന്നേറ്റ് ഒരു പിടി ചെറുപ്പക്കാരാ. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള് ലൻ നദഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ. ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രത്യേക വികാര ചാലക ശക്തി കൊണ്ട് നന്മയിലേക്ക് സടകുടഞ്ഞെഴുന്നേറ്റ ആ മഹാന്മാരായ 7 ആളുകൾക്ക് വേണ്ടി പടച്ചവന് സൂര്യന്റെ ചലനത്തിന്റെ ദിശ പോലും ഇത്തിരി മാറ്റി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ഘടന അള്ളാഹു തെറ്റിച്ചു കളഞ്ഞു. ഇവരെക്കാളൊക്കെ എത്രയോ മേലെയാണ് ശംസുലമയും കണ്ണീർ. എന്താണ് അവന്റെ ലെവല്? എന്താ അവന്റെ വിചാരം? തൊള്ളി തോന്നിയതാണ് വിളിച്ചു പറയുന്നേ. മുന്നിലിരിക്കുന്ന കൗമിന് അന്തല്ലാന്ന് വിചാരിച്ചിട്ട് ആ കൗമിനോട് മാത്രമല്ല ഇത് പറയണത്. ഇത് യൂട്യൂബില് സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതതിൽ അത്ഭുതം. അപ്പൊ ആദ്യം തന്നെ എന്താ പറഞ്ഞത്? കൗമിന് ഒരു സ്ഥിരം ആശ്വാസം കൊടുക്കാൻ വേണ്ടി, കൗമിനെ സ്ഥിരമായി ഇവരെ കാലിൻ്റെ തൊട്ട് കെടുത്താൻ വേണ്ടി ഇവർ പറയുന്ന ഡയലോഗാണ്, അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തിലാണ്.
ഔലിയാക്കളെ സ്നേഹിച്ച, ഔലിയാക്കളെ പിന്നാലെ അങ്ങനെ നടന്നു എന്ന് പറയുന്ന ആ നായ ഉണ്ടല്ലോ, ആ നായ ഔലിയാക്കളെ സ്നേഹിച്ചതിന്റെ പേരിൽ, അവരെ പിന്നാലെ നടന്നതിന്റെ പേരിൽ സ്വർഗത്തിലാണ്. അതുകൊണ്ട് കൗമേ നിങ്ങൾ അങ്ങനെ നടന്നാൽ മതി എന്നാണ് സാധാരണ അവർ പറയാറുള്ളത്. എടോ, അസ്ഹാബുൽ കഹ്ഫിന്റെ നായും നിങ്ങളെ കൗമും തമ്മിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വ്യത്യാസം എന്താണെന്നറിയോ? ഒന്ന് രൂപത്തിൽ വ്യത്യാസം, രണ്ട് നായക്ക് തെക്ലീഫില്ല, നിങ്ങളെ കൗമിനതുണ്ട്. ഇതല്ലാതെ കാര്യമായിട്ട് വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ മണത്ത് നടക്കുക ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകളെ മൂട്ടിൽ നടക്കലാണ് ഈ കൗമിന്റെ പണി. അപ്പൊ ആ കൗമ് നിസ്കരിച്ചില്ലേയും കുഴപ്പമില്ല, ഇബാദത്ത് ചെയ്തില്ലേയും കുഴപ്പമില്ല, അള്ളാഹ് പറഞ്ഞ നിയമങ്ങളൊന്നും പാലിച്ചില്ലേയും കുഴപ്പമില്ല. കാരണം അസ്ഹാബുൽ കഹ്ഫിന്റെ നായ നിസ്കരിച്ചിട്ടില്ലല്ലോ, സകാത്ത് കൊടുത്തിട്ടില്ലല്ലോ, ഹജ്ജ് ചെയ്തിട്ടില്ലല്ലോ, ആ നായ എങ്ങനെ ഔലിയാക്കളെ പിന്നാലെ നടക്കില്ലായിരുന്നോ? അതുപോലെ നടന്നാൽ മതി എന്നാണ് സാധാരണ ഇവർ പ്രചരിപ്പിക്കാറുള്ളത്. ഈ കഥ സാധാരണ പറയാറുള്ളത് റബീഉൽ അവ്വൽ കേട്ടോ. കാരണം റബീഉൽ അവ്വൽ എല്ലാ അണ്ടനും അടകോടനും മലവലാതും നബിനെ സ്നേഹിക്കാൻ തെരുവിലിറങ്ങുമല്ലോ കൂത്താടാന്. അപ്പൊ ആ ചങ്ങായി ജമാഅത്തിന് പോല, പള്ളിയിൽ പോല, ഒന്നിനും പോയില്ല. അപ്പൊ ഓനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ സാധാരണ പറയുന്ന ഡയലോഗാണ്, കൗമേ അസ്ഹാബുൽ കഹ്ഫിന്റെ നായ നിസ്കരിച്ചിട്ടാണോ സ്വർഗത്ത് പോയത്? ആ നായന്റെ മാരി ഇങ്ങനെ നടന്നാ മതിയെന്ന്. എടോ, നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആ അസ്ഹാബുൽ കഹ്ഫിന്റെ മാരി നടക്കാനല്ലേ? അതല്ലേ കൗമിനെ പറഞ്ഞു കൊടുക്കേണ്ടത്? അതിന് പകരം നായന്റെ മാരി നടന്നോളി എന്നാ സാധാരണ ഒരു പൊലമ്പാറുള്ളത്. ഇരിക്കട്ടെ, എന്നിട്ട് എന്താ പറഞ്ഞത്? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വാഴ്ത്തി പറഞ്ഞ ആ അസ്ഹാബുൽ കഹ്ഫിന്റെ മോളിലാണ് കണ്ണിയത്തും EK അബൂബക്കർ മുസ്ലിയാരെന്ന്. ആരോടോ എന്നോട് പറഞ്ഞത്? ഏത് ശൈത്താൻ അത് പറഞ്ഞത്? ഒരാളെ മഹാനാക്കലും അയാളെ മഹത്വം ഇടിച്ചു താഴ്ത്തലും നിങ്ങളാണോ? അതും അള്ളാഹു മഹത്വപ്പെടുത്തിയ ഒരു ടീമിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കാൻ ആരാണോ നിനക്കൊക്കെ അധികാരം തന്നത്? എന്താക്കാൻ എന്റെ ലെവല് കഴിഞ്ഞില്ല. ഈ EK അബൂബക്കർ മുസ്ലിയാരും ഈ കണ്ണിയത്തൊക്കെ ഉണ്ടല്ലോ, ഇവർക്ക് നിസ്കാരത്തിൽ ഓർക്കാനാണ് വേറൊരു പുരോഹിതം പറയണത്. കേട്ടോളി, എവിടേക്കാ ഈ സമുദായത്തിനെ കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കണം നിങ്ങള്. അള്ളാഹുവിലേക്കാണോ അല്ലാത്ത ആളുകളിലേക്കാണോ? കേട്ടോളി. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഏറ്റവും വലിയ മഹാനായ നേതാവ്, ഞങ്ങളെയൊക്കെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ. ഞാനൊക്കെ നിസ്കാരത്തിൽ ചില ഖവാത്തിറൊക്കെ വരുമല്ലോ, പല ചിന്തകൾ. ആ ചിന്തകൾ വരുമ്പോൾ അപ്പോൾ ഓർക്കല് ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമാനെ മനസ്സുകൊണ്ട് ഓർത്താൽ ആ ഖവാത്തിറുകളൊക്കെ അവിടെ ഇല്ലാതെയാകും. നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കൊള്ളുക. എല്ലാ ദിവസവും മൂപ്പർക്കൊരു ഫാത്തിഹ ഓതിയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പല ചിന്തകൾ ഇബ്ലീസ് കൊണ്ടുവന്നിടുകയാണെങ്കിൽ അസ്തമയത്ത് ശംസുൽ ഉലമാനെ ഓർത്തു കഴിഞ്ഞാൽ ആ ഖവാത്തിറൊന്നും ഉണ്ടാവുകയില്ല. ഞാനൊക്കെ അത് അങ്ങനെയാണ് ചെയ്യൽ. ബഹുമാനപ്പെട്ടവരെ ഓർക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു മാനസികമായ അനുഭൂതി നിസ്കാരത്തിൽ കിട്ടും. അപ്പൊ ഞാനൊക്കെ അങ്ങനെയാണ് ഓർക്കല്. നിസ്കാരത്തിൽ വല്ല ചിന്തകൾ മാറിപ്പോയി കഴിഞ്ഞാല്, വല്ല അനാവശ്യ ചിന്തകളും വന്നു കഴിഞ്ഞാല് ശംസുൽ ഉലമനെ ഓർക്കണം നിസ്കാരത്തില്. ഞാനൊക്കെ അങ്ങനെ ചെയ്യല്. ഞാനോ ഏതായാലും പയച്ചു. അപ്പൊ കൗമേ, ഞാൻ മാത്രം പയച്ചാ പോരല്ലോ, നിങ്ങളും പയക്കണ്ടേ? അപ്പൊ നിങ്ങളും അങ്ങനെ ആലോചിച്ചാൽ മതി ഒരു ഹംക്ക് പറഞ്ഞു കൊടുക്കാണ്. ഇവിടെ എപ്പോ ഓർത്താലും നിസ്കാരത്തിൽ ഓർക്കാൻ തീരും പാടില്ലല്ലോ. കാരണം നിസ്കാരത്തിൽ അള്ളാനെ ഓർക്കണ്ടേ, ശൈത്താന്മാർ ഓർക്കാൻ പോകണ്ട നിസ്കാരത്തിൽ. അങ്ങനെ തൊള്ളി തോന്നിയതാണ് പറയുന്നത്. നമസ്കാരത്തിൽ പോലും അള്ളാനെ ഓർക്കേണ്ടതിന് പകരം നിങ്ങളെ നേതാക്കന്മാരെ ഓർത്താ മതി എന്നാണ് നിങ്ങൾ ഒരു നൂറ്റാണ്ടായിട്ട് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ക്ഷണിക്കുന്നത് തന്നെ, നിങ്ങളെ അള്ളാന്റെ പാർട്ടി തന്നെ, നിങ്ങളെ പ്രസ്ഥാനം ഔലിയാക്കൾ ഉണ്ടാക്കിയത് തന്നെ, നിങ്ങളെ പ്രസ്ഥാനം രൂപീകരിച്ചപ്പോൾ അള്ളാന്റെ റസൂൽ എന്ന് ആമീൻ പറഞ്ഞത് തന്നെ. ബടായി പറഞ്ഞിനും വേണ്ട ഒരു കയ്യും കണക്കൊക്കെ എന്താ അവന്മാരി പറഞ്ഞുകൊണ്ടിരിക്കണത്? അപ്പൊ നിസ്കാരത്തിൽ ശംസുൽ ഉലമനെ ഓർത്താ മതി, EK അബൂബക്കർ മുസ്ലിയാരെ ഓർത്താ മതി. ഒരു രംഗത്തും ഇവരെ നേതാക്കന്മാരെ ഔലിയാക്കളും വിട്ടുള്ള കളി വെളുക്കില്ല. നിസ്കാരത്തിൽ മാത്രമല്ല, ഞാൻ മുമ്പിട്ടിട്ടുണ്ട്, ഭാര്യനായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ ശുക്ലം പോകാൻ നേരത്തും അപ്പം ഇവരെ ഔലിയാക്കളെ ഓർത്താ മതി എന്നാ. ഒരു സ്ഥലത്ത് ഒരു സ്വസ്ഥത കൗമിന് കൊടുക്കൂല, മനുഷ്യന്മാർക്ക് കൊടുക്കൂല. മനുഷ്യനാകെ റിലാക്സ് ചെയ്യുന്ന ഒന്ന് രണ്ട് സമയങ്ങളാണിത്. ഒന്ന് നമസ്കാരം, ഒന്ന് ഭാര്യനായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അപ്പോഴും കൊണ്ടുവരും, വലിച്ചുകൊണ്ടിരും, അവർക്കും കൊണ്ടുവരും ഔലിയാക്കൾ എന്ന് പറയുന്ന ഈ ചെങ്ങായിമാരെ. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഭാര്യനായിട്ടൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് ഭാര്യമാരിനെ എന്തെങ്കിലും നാളത്തെ കാര്യം, നാളെ വല്ല ഇറച്ചി വാങ്ങണോ, മീൻ വാങ്ങണോ, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടാതെ എടുക്ക ബലാലെ ഇത് കഴിഞ്ഞിട്ട് പറയാന്നല്ലേ നമ്മൾ പറയല്. അപ്പോഴും വലിച്ചുകൊണ്ടിരും ഔലിയാക്കൾ, നിസ്കാരത്തിലും കൊണ്ടുവരും ഔലിയാക്കൾ എന്ന് പറയുന്ന ഇവരെ ഈ നേതാക്കന്മാരുണ്ടല്ലോ. കഴിഞ്ഞില്ല. ഈ EK അബൂബക്കർ മുസ്ലിയാരുണ്ട് നിസ്കാരത്തിൽ ഓർക്കണം എന്ന് പറഞ്ഞേ, ഇയാളെ ഒന്നുമില്ലാതെ തൊടാൻ പാടില്ല എന്നാ വേറെ ഫത്വ. കേട്ടോളി. EK മൗലവി പറഞ്ഞതായിട്ട് ശംസുൽ ഉലമ സ്മരണികയിൽ പറയുന്നുണ്ട്. EK മൗലവി ശംസുൽ ഉലമയെ കുറിച്ച് എപ്പോഴും പറയാറുണ്ടായിരുന്നത്രേ, ഇക്കാക്കാനെ ഒതുമില്ലാതെ തുടരുത് എന്ന്. വെറുതെ പറയണല്ല, സമസ്ത നേരിട്ട് പ്രസിദ്ധീകരിച്ച ശംസുൽ ഉലമ സ്മരണികയിൽ EK മൗലവി അങ്ങനെ പറഞ്ഞതായി പറഞ്ഞിട്ടുണ്ട്. ഇക്കാക്കാനെ ഒതുമില്ലാതെ തുടരുത് എന്ന്. ഒരു മനുഷ്യനെ ഒതുമില്ലാതെ തുടരുത് എന്ന് പറയണമെങ്കിൽ ആ മനുഷ്യന്റെ ദർജ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതിന്റെ അപ്പുറത്താണ് എന്ന് മനസ്സിലാക്കാം.
ആ ഇക്കാക്കാനെ ഒന്നുമില്ലാതെ തൊടാൻ പാടില്ല എന്ന് ഈ കസമൂലർ പറഞ്ഞിട്ടുണ്ട്. എത്ര ഏതോടോ എൻ്റെ ഇക്കാക്ക, ഏത് ഇക്കാക്ക? നിങ്ങളെ ഇക്കാക്കി അമ്മായിക്കാക്കിയൊക്കെ വീടിൻ്റെ ഉള്ളിൽ അത് നിങ്ങൾ കാല് നക്കിയേ, തൊടാതിരിക്കേ, കെട്ടിപ്പിടിച്ചേ, കുത്തിമറിയേ, മുത്ത് എന്തെങ്കിലും ചെയ്തോളി. അതൊക്കെ ഒരു മുസ്ലിം സമുദായത്തിന്റെ പൊതു നിയമമായിട്ട് ഇങ്ങോട്ട് വലിച്ചോണ്ടരുത്. ഇക്കാക്കാന്റെ ദർജ ആലോചിച്ചാൽ മനസ്സിലാവും. അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഒന്നുമില്ലാതെ തൊടാൻ പാടില്ല എന്നൊക്കെ പറയണമെങ്കിൽ എന്തായിരിക്കും ഇക്കാക്കാന്റെ സംസുൽ ഉലമന്റെ ദർജ? നിങ്ങളെ സംസുൽ ഉലമ ഇവിടെ അള്ളാന്റെ റസൂലിന്റെ മുകളിൽ നിങ്ങളെ സംസുൽ ഉലമ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തില് പഠിച്ചോ നിങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോ അങ്ങാടിയിൽ ഇരിക്കുന്നു മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരാതെ അബൂ ഹുറൈറ നടന്നു പോകുക. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, എന്താ അബൂ ഹുറൈറ അടുത്തേക്ക് വരാതെ അങ്ങനെയാണ് പോയതെന്ന് ചോദിച്ചപ്പോ റസൂല്, ഞാൻ ജനാബത്തുകാരനായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ അറിയോ? ഓ അബൂ ഹുറൈറ, വെരി ഗുഡ്, വളരെ ഉഷാർ, അങ്ങനെ തന്നെ എന്നെ ഒന്നുമില്ല തൊടാൻ പാടില്ല എന്നാ പറഞ്ഞത്. അബൂ ഹുറൈറയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു മൂമിൻ നജസല്ല എന്നാ പറഞ്ഞത്, തിരുത്തി കൊടുക്കുക ചെയ്തത്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ ജനാബത്തുകാരിയായിരിക്കെ റസൂലുള്ളാഹിന്റെ മുടി ചീകി കൊടുത്തിരുന്നു ഹദീസിലില്ലേ? നിങ്ങൾ എവിടുന്നാണോ നീ പഠിച്ചത്? ഏത് ഖുർആൻ നിങ്ങൾ പഠിച്ചത്? ഏത് ഹദീസ് നിങ്ങൾ പഠിച്ചത്? ഏത് ഇസ്ലാം നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഈ സൂഫിയാക്കളെയും ഷിയാക്കളെയും കണ്ണി കണ്ട ചപ്പും ചവറൊക്കെ കലക്കിയിട്ട് അതിങ്ങനെ തലച്ചോറിന്റെ മണ്ടൊക്കെ അടിച്ചു കയറ്റിയിട്ട് അതങ്ങനെ ഛർദ്ദിക്കാന്നല്ലാതെ ഇസ്ലാം നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ശംസുൽ ഉലമനെ ഒന്നുമില്ലാതെ തൊടാൻ പാടില്ല എന്നോ? എടോ ഒന്നുമില്ലാതെ തൊടാൻ പാടില്ല എന്ന് ഉലമാക്കൾക്ക് അഭിപ്രായമുള്ള ഒരേ ഒരു കാര്യം പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. മനസ്സിലായോ? ആ പരിശുദ്ധ ഖുർആനോടാണ് നിങ്ങൾ ഈക്കനെ സാദൃശ്യപ്പെടുത്തുന്നത്. അപ്പൊ ഈ കെ അബൂബക്കർ മൊയ്ലിയാരും ഒന്നുമില്ലാതെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഒപ്പമല്ല ഈ കെ അബൂബക്കർ മൊയ്ലിയാർ? ഈ പുരോഹിതന്മാർ ഈ വ്യക്തിപൂജ നടത്തിയിട്ട് എവിടേക്കാണ് കൊണ്ടുപോയി എത്തിക്കണം എന്നുള്ള സമുദായം മനസ്സിലാക്കണം. എന്തൊരു വിഗ്രഹവൽക്കരണ, എന്തൊരു വിഗ്രഹപൂജയാണ്, എന്തൊരു വ്യക്തിപൂജ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഈ പറഞ്ഞ ഇതൊക്കെയാണ് സമസ്ത എന്ന് പറഞ്ഞ സാധനം. അള്ളാനായിട്ട് ഇവർക്ക് ബന്ധമല്ല, റസൂലുള്ള പ്രചരിപ്പിച്ച ദീനല്ല, സിറാത്തുൽ മുസ്തഖീമിലേക്കല്ല ഇവർ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വക കെട്ടുകഥകളിലേക്കും മായാവി കഥകളിലേക്കും അതിശയോക്തി കലർത്തിയ വ്യക്തിപൂജയിലേക്കുമാണ് ഈ പുരോഹിത വർഗം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് 100 കൊല്ലം കൊണ്ടാടിയ ഈ മാമാങ്കം ഉണ്ടല്ലോ, കാസർഗോഡ് കുനിയയിൽ നടന്ന ഈ സമ്മേളന മാമാങ്കം. അതിൻ്റെ 100 കൊല്ലത്തിന്റെ വാർഷികം. ഈ 100 കൊല്ലമായിട്ട് ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ലൊലാലത്തിന്റെ, ഷിർക്കിന്റെ, കുഫറിന്റെ, വ്യക്തിപൂജയുടെ കൂടിച്ചേരലാണ് കാസർഗോഡ് കുനിയയിൽ നടന്നത്. അല്ലാതെ ഇസ്ലാമിക സമ്മേളനം നല്ലത്, മനസ്സിലായോ? എന്നിട്ട് അവിടെയും പാടായി, അവിടെയും തള്ളന്നെ, അവിടുന്നൊരു ബോധം വന്നിട്ടില്ല. ആ സമ്മേളനത്തിൽ മുഴുവനും അമ്പിയാക്കളും ഔലിയാക്കളും പങ്കെടുത്തു എന്നാ കേട്ടോളി. ലോകത്തുള്ള സർവ്വ മുഖദ്ദസ്തായ അറുവാഹകളും ഒരുമിച്ച് കൂടുന്ന അറുവാഹകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ എനിക്ക് ഇത്ര വലിയ സ്ഥലമൊന്നും ആവശ്യമില്ല. അറുവാഹകളുടെ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ വിശുദ്ധ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെ ആത്മാക്കൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹുവിൻ്റെ മലായികത്ത് പങ്കെടുക്കുന്നത്, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയ ഒക്കെ ഈ സദസ്സിൽ നിറഞ്ഞിക്കണം. അപ്പോൾ അത് നമ്മൾ വിശ്വാസം എന്ന് മാത്രമല്ല, അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ലക്ഷ്യങ്ങളെ കൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നതുമാണ്. അതിനെ എതിർക്കാൻ പലരും ഉണ്ടാവും. അവരൊക്കെ എതിർപ്പുകൾ ഉണ്ടായതുകൊണ്ടുള്ള സമസ്തകളുടെ ജമിയത്തിലും അവിടെ രൂപീകരിക്കപ്പെട്ടത് തന്നെ. ഇവിടെ ബിദഈ പ്രസ്ഥാനങ്ങൾ വരും, ഇവിടെ കള്ള തെരീഖത്തുകാരുണ്ടാവും. അവരൊക്കെ ഇതുപോലുള്ള സംഗതികളൊക്കെ അവർ എതിർക്കുന്നവരായി. അപ്പോൾ അത് ലക്ഷ്യങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. വളരെ ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത വളരെ ശക്തമായ ലക്ഷ്യങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഇവിടെ മുഖദ്ദസ്തായ അറുവാഹികളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ഇത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന തന്നെ പല ഉറൂസുകളിലൊക്കെ മൂപ്പർ അങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. ഷെയ്ഖുന സംശുലമായ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളങ്ങനെ പറയലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സദസ്സിനിക്കൊരു പ്രൗഢി, ഒരു ബഹുമാനം, ഒരു ആദരവൊക്കെ ഉണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഇത് 7-ാം കൂലി മൊല്ലന്റെ തള്ളല്ല, മുത്തുക്കോയന്റെ മൂത്ത തള്ള്. എന്താണ്? ലോകത്തുള്ള സകല അറുവാഹുകളും, സകല ഔലിയാക്കൾ അറുവാഹുകളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഒറ്റൊന്നും ഒഴിവില്ല. എല്ലാം പാടെ വണ്ടിയും വിളിച്ച് പ്ലെയിനും വിളിച്ചാണ്ട് വന്നതാണ്. എല്ലാം കാസർഗോഡ് കുനിയല്. അപ്പം അങ്ങനെ കൗമാലിക്കും തിരിഞ്ഞു നോക്കുന്നുണ്ട്, ഇവിടെ അറുവാഹുകളോ എവിടെ ഇപ്പോൾ ഇത് നോക്കുമ്പോൾ ഓർക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, കസാരൻ്റെ ആവശ്യമൊന്നുമില്ല, പ്രത്യേകിച്ച് സീറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓല അവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. കുറേ ആൾക്കാരെ കസാരൻ്റെ ചോട്ടിരിക്കുന്നുണ്ടാവും, കുറേ ആൾക്കാരെ പന്തലിൻ്റെ തൂണ് പിടിച്ചിരിക്കുന്നുണ്ടാവും, കുറേ ആൾക്കാർ പന്തലിൻ്റെ മുകളിൽ കൊടുക്കുന്നുണ്ടാവും, കുറേ അറുവാഹുകൾ ക്യാബിൻ്റെ ചോട്ട് എടുക്കുന്നുണ്ടാവും, കുറേ അറുവാഹുകൾ ക്ഷീണിച്ച സ്റ്റേജിൻ്റെ അടി കൊടുക്കുന്നുണ്ടാവും. ഒക്കെ ഓൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. എവിടെയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ജീവിച്ച് പോയിക്കോളും അറുവാഹുകൾ.
ഇത് ഈ അർവാഹുകൾ പങ്കെടുക്കും എന്നുള്ള കാര്യം അത് ലക്ഷ്യങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. എന്താണ്? പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഏത് പ്രമാണമാണ് മുത്തുക്കോയാക്ക നിങ്ങൾ പറയണത്? ഇസ്ലാമിക പ്രമാണോ? പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണം എന്താ? ആ പ്രമാണങ്ങളൊന്നും തെളിയിക്കും. അർവാഹുകൾ ഇവിടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞെടുക്കാണ്. നിങ്ങളെ സമ്മേളനത്തിലും ജാറത്തിലും ഉറൂസിലും നേർച്ചപ്പൂരത്തിലും ആ പെണ്ണുങ്ങളുടെ അടിയിൽ കൂടിയും ആ മുട്ടായി കച്ചവടത്തിന്റെ അടിയിൽ കൂടിയും അവിടെ ഇവിടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞെടുക്കുകയാണ്. കുലുക്കി സർബത്തിന്റെ അടിയിൽ കൂടെ നിങ്ങൾ തെളിയിക്കും പ്രമാണം കൊണ്ട്. നിങ്ങളെ വീട്ടിലെ പ്രമാണം കൊണ്ട് തെളിയിക്കേണ്ട ഒരു ആധാരം ഉണ്ടല്ലോ, അവിടെ പോലെ അതിലൊക്കെ എഴുതി ചേർക്കേണ്ടി വരും. ചിലപ്പോൾ ഇസ്ലാമിക പ്രമാണത്തിൽ അങ്ങനെ യാതൊരു തെളിവുമില്ല. എന്നിട്ട് മൂപ്പരെങ്ങനെ തള്ളിവിടന്നെ? എന്നിട്ട് തെളിവ് എന്താ അറിയോ? ഷെയ്ഖുന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ഷെയ്ഖുനാറിന്റെ മൂപ്പരാണ്. മൂപ്പരിങ്ങനെ സ്ഥിരായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഉറൂസിലും ഈ ഉറൂസിലും മറ്റേ ജാറത്തിലും അവിടെ ഇവിടെ ഒക്കെ ഔലിയാക്കൾ അർവാഹുകൾ തെണ്ടി തിരിഞ്ഞടക്കണ മൂപ്പര് കണ്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ അപ്പുറം തെളിവ് വേറെ വേണ്ടല്ലോ. കാരണം റസൂലുള്ളാഹിന്റെ മുകളിലുള്ള ഈക്ക് കിടക്കണേ. റസൂലുള്ള പറഞ്ഞോന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യമില്ലേ? സലഫികൾ ചോദിക്കുന്ന ചോദ്യമില്ലേ? റസൂലുള്ളാഹിന്റെ മുകളിലുള്ള ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, റസൂലുള്ളാഹിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ വരെ തൊടാൻ ഒളുവിന്റെ ആവശ്യമില്ല. പക്ഷെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ തൊടണമെങ്കിൽ ഒളു വേണമെന്നാ. അപ്പൊ റസൂലുള്ളാഹിന്റെ ദർജന്റെ മുകളിലുള്ള ഇ.കെ. പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് തെളിവാണല്ലോ എന്നാണ് ഇക്കാക്ക മുത്തുക്കാക്ക പറയണത്. ഞാൻ കാക്കാക്ക് പ്രായം കുറച്ചായി, 70-75 വയസ്സായി, അത്തും വിത്തും പറയണ പ്രായമാണ് അറിയിച്ച് നമുക്ക് സമാധാനിപ്പിക്കുക. അതുമല്ല മറ്റേ അമ്പലക്കടവേരുണ്ടല്ലോ, അച്ചങ്ങായി പറയണ കേട്ടോക്കി. മഹാത്മാക്കൾ മരിച്ചുപോയവരാണെന്ന് സത്യമാണ്. മരിച്ചുപോയവർ എന്നല്ലവരെ കുറിച്ച് പറയുന്നത് കിതാബുകൾ അൽ അർവാഹുൽ മുഖദ്ദസ, വിശുദ്ധാത്മാക്കൾ എന്നാണ്. വിശുദ്ധാത്മാക്കൾ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യും. അത് നിങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വിശുദ്ധാത്മാക്കൾ ആത്മീയമായി ഇവിടെ ജീവിക്കുന്നുണ്ട്, ഭൗതിക കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സുന്നത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്ന പ്രവിശാലമായ സദസ്സിൽ പോലും എത്രയോ വിശുദ്ധാത്മാക്കൾ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു രണ്ട് വീട്ടും നമ്മുടെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അമ്പലക്കടവന്റെ അമ്പലത്തള്ള് എന്താ പറയണത്? ഈ കാണുന്ന ഈ സമ്മേളന നഗരി ഉണ്ടല്ലോ, പ്രവിശാലമായ ഈ സമ്മേളന നഗരി, ഈ സമ്മേളന നഗരിയിൽ പോലും അനവധി നിരവധി വിശുദ്ധാത്മാക്കൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നല്ല, ഉറപ്പാണ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പൊ മുത്തുക്കോയ കയ്യിലും വലിയ തള്ളു തള്ളിയല്ലേ, അപ്പൊ അതിനോട് കിടപിടിക്കുന്ന ഒരു തള്ളു പിന്നെ തള്ളണ്ടേ? അങ്ങനെ തള്ളിവിടന്നെ കഴിഞ്ഞില്ല. വേറെ മല്ല അതിനും കാട്ടിയും വലിയ തള്ളു കേട്ടോളി. പ്രത്യേകിച്ച് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാമത്തെ വാർഷികം നടക്കുകയാണ് 8-ാം തീയതി. നമ്മളെല്ലാവരും അതിൽ പങ്കെടുക്കണം. അത് നമ്മളെ ദീനാണ്. എങ്ങനെ ഒരു വിധം ജീവനുണ്ടെങ്കിൽ വാഹനത്തിൽ പോകണം. അത് ഈ കേരളത്തിലെ ഒരു അർഫയാണ്. ഇതൊന്നും ഞാൻ എൻ്റെ വകയായിട്ട് പറയുന്നത്, ആരിഫീങ്ങൾ പറഞ്ഞ വാക്കായി പറയുന്നത്, എൻ്റെ വകയായിട്ടൊന്നും പറയുന്നില്ല. ഞാനും പോവും. അവിടെ പോയി എനിക്ക് പ്രസംഗമാണ് കേട്ടാൽ മതി. ആ നഗരിയിൽ പോയി കുത്തിരിക്കണം. അവിടെ നിന്ന് ഇങ്ങനെ ഫാത്തിഹ ഓതിക്കൊണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ട് ദുആക്ക് ഇജാബത്ത് കിട്ടും. അവിടെ മൺമറഞ്ഞു പോയ അമ്പിയ ഔലിയാക്കന്മാർ മഹാന്മാരുടെ അർവാഹു പങ്കെടുക്കും. അതൊന്നും ചെറിയ സംഭവമല്ല. ഇൻഷാ അല്ലാഹ് അത് മഹാന്മാരെ കുരുത്തവും പൊരുത്തവും ഉള്ള ഒരു റൂട്ടാണ്. അത് അവസാനം വരെ അങ്ങനെ ഉണ്ടാകും. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അതിനെല്ലാവരും പോകണം, വലിയവരും ചെറുപ്പക്കാരൊക്കെ പോകണം. ഓരോരുത്തരും നമുക്ക് പ്രായമാണനുസരിച്ച് പക്വത കൂടി വരില്ല. അങ്ങനെ തലക്ക് വെളിവില്ലാതായി വരികയാണ്. എന്താ മൂപ്പര് പറഞ്ഞത്? 8-ാം തീയതി സമസ്തന്റെ സമ്മേളനം കുനിയിൽ നടക്കുന്നുണ്ട്, എല്ലാവരും അങ്ങോട്ട് പോകണം. കാരണം അത് നമ്മളെ ദീനാണ്. അത് നിങ്ങളെ ദീനല്ല, നിങ്ങളെ തീനാണിത്. അതാ പ്രശ്നം. അതിനു വേണ്ടി ഞങ്ങൾ ഈ ദുർവ്യാഖ്യാനിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ അറഫയാണ്, മനസ്സിലായോ? അപ്പോൾ മക്കത്തെ അറഫ ഉണ്ടല്ലോ ഹജ്ജിന്, അതുപോലത്തെ ഒരു അറഫ കേരളത്തിലെ അറഫയാണ് സമസ്തന്റെ സമ്മേളനം. അപ്പൊ അറഫ ആകുമ്പോൾ നിങ്ങൾ പോയി കണ്ട് പ്രസംഗം കേൾക്കണമെന്നില്ല, അവിടെ പോയി കണ്ട് തെണ്ടി തിരിഞ്ഞങ്ങനെ നടന്നാൽ മതി. അറഫന്റെ കൂലി കിട്ടും നിൽക്കുന്ന പറയണത്. എന്നിട്ട് മൂപ്പരം ബാക്കിയത് അവിടെ അറുവാഹുകളൊക്കെ പങ്കെടുക്കും. നിങ്ങൾ എന്തോടോ അറുവാഹുകൾക്കൊക്കെ ക്ഷണക്കത്ത് അയച്ചിരുന്ന ഓരോ അമ്പിയാക്കൾ അറുവാഹിന്, ആരിഫീങ്ങൾ അറുവാഹിന്, ഔലിയാക്കൾ അറുവാഹിനൊക്കെ പ്രത്യേകം ക്ഷണക്കത്ത് അയച്ചിട്ട് അവിടുന്ന് മറുപടി ഇട്ടിരുന്നോ? ഞങ്ങൾ എന്തായാലും പങ്കെടുക്കും, എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് കാസർഗോഡ് കുനിയയിൽ വരുന്ന അറുവാഹുകൾ മറുപടി കിട്ടിയിരുന്നോ? നിങ്ങൾക്ക് ഓർക്കെല്ലാവർക്കും ഇങ്ങനെ ബാഡ്ജ് കൊടുത്തിരുന്നോ? മുന്തിയ അറുവാഹുകൾക്ക്, അമ്പിയാക്കൾ അറുവാഹുകൾക്ക് ഞൊറിയുള്ള ബാഡ്ജ്, മറ്റേ ഔലിയാക്കൾ അറുവാഹുകൾക്ക് സാധാ ബാഡ്ജ്, വളണ്ടിയേഴ്സ് ബാഡ്ജ്, ആരിഫീങ്ങൾ അറുവാഹുകൾക്ക് വേറെ ബാഡ്ജ്, അങ്ങനെ ബാഡ്ജ് കൊടുത്തെങ്കിൽ നിർത്തി. നിങ്ങൾ എന്ത് ഹമാക്കത്തുകളാ ചങ്ങായിമാരങ്ങൾ ഈ പറയണത്? അപ്പൊ അത് അറഫയാണെന്നാ പറയണത്. അറഫ ആകുമ്പോൾ പിന്നെ പെണ്ണുങ്ങൾക്കും പങ്കെടുക്കാമല്ലോ. കാരണം മക്കയിലെ അറഫയിൽ പെണ്ണുങ്ങൾ പങ്കെടുക്കണല്ലോ, ഹജ്ജിന് പോണ പെണ്ണുങ്ങൾ. അപ്പൊ ആ അറഫയിൽ ആ അറഫന്റെ കൂലിട്ടാൻ വേണ്ടി, കേരളത്തിലെ അറഫന്റെ കൂലിട്ടാൻ വേണ്ടി ഇപ്രാവശ്യം മുമ്പെങ്ങും ഇല്ലാത്ത വിധം സമസ്തന്റെ പെണ്ണുങ്ങളെ മുഴുവനും സമ്മേളന നഗരിക്ക് ആട്ടി തെളിച്ചു കൊണ്ടുപോയി. മാറ്റം തന്നെ കണ്ടോളി.
കണ്ടില്ലങ്ങള്, സമസ്തന്റെ തരുണീമണികൾ കേരളത്തിലെ അറഫയിൽ പങ്കെടുക്കാനുള്ള തിക്കും തിരക്കുവാണത്. സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, ചിലപ്പോൾ അവിടെ മറിയം ബീവി ഉണ്ടാവും, ആസിയ ബീവി ഉണ്ടാവും, ആയിഷ ബീവിയും ഫാത്തിമ ബീവിയൊക്കെ ഉണ്ടാവും. കാരണം അമ്പിയാക്കളെ ഔലിയാക്കളെ അറുവാകൾ സമ്മേളനത്തിന് ഒന്നുണ്ടല്ലോ. അപ്പൊ മഹാമഹതികളായ മറിയം ബീവിന്റെയും ആസിയ ബീവിന്റെയും ആയിഷ ബീവിന്റെ ഒക്കെ അറുവാകൾ ഈ എക്സിബിഷൻ കാണാനും ഉണ്ടാവും. സമസ്തന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലത്. എവിടെ എത്തിയിടുങ്ങൾ നിങ്ങളെ മാറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്, അത്ഭുതപ്പെടുത്തുന്നതാണ്, അമ്പരപ്പിക്കുന്നതാണ്. പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്നല്ലായിരുന്നോ ഒരു കാലത്തെ ഫത്വ? നിങ്ങളെ വീടിന്റെ ഉള്ളിലിരിക്കണം എന്നല്ലായിരുന്നോ നിങ്ങളെ ഫത്വ? എന്നെ ഉള്ളിൽ പുറത്തേക്ക് ചാടിയത് പേരിച്ചായനെ പോകട്ടെമാര് പുറത്തേക്ക് ചാടില്ല. ഇപ്പൊ നിങ്ങൾ പങ്കെടുക്കാത്ത മേഖല ഏതാ? ഇപ്പൊ നിങ്ങൾ പോകാത്ത സ്ഥലം ഏതാ? എന്തൊക്കെയായിരുന്നു നിങ്ങൾ ഈ സമുദായത്തിനെ പഠിപ്പിച്ചിരുന്നത്? ഒരു കാലത്ത് സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിരുന്നു അല്ലേ? ഇപ്പോഴോ ഇപ്പൊ നിങ്ങള് സ്ത്രീകളെ പ്രത്യേക മാഗസിനുകള്, സ്ത്രീകൾക്ക് എഴുത്ത്, പാട്ട്, നോവല്, കഥ. ഒരു നൂറ്റാണ്ട് മുമ്പ് ഈ സമുദായത്തിലെ പെണ്ണുങ്ങളെ ഇൽമു കൊടുക്കാതെ, ഖുർആൻ അറബി പോലും പഠിപ്പിക്കാതെ, മര്യാദയ്ക്ക് എഴുതാനും വായിക്കാനും അറിയാതെ നിങ്ങൾ അടച്ചിട്ടു അല്ലേ? ഇതാ കണ്ടോളി, സമസ്തന്റെ ആദ്യകാല പ്രസിദ്ധീകരണമായ അൽബയാനിൽ വന്ന വാചകമാണ് ഞാൻ ഈ വായിക്കണത്. എന്താണ്? അറബി മലയാളത്തിലാട്ടോ. അപ്പൊ അക്ഷരങ്ങൾ കൃത്യമായിട്ടുണ്ടോ? ക്ഷ എന്നുള്ളതൊക്കെ ചാന്നായിരിക്കും. എന്താണ്? ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ അധികവും ദീനിയായ വിഷയത്തിലോ ശർഅ് അനുസരിച്ച തോതിലോ കാര്യമായ ആവശ്യത്തിനോ അല്ലാത്തതോടുകൂടി അതിനാൽ കണക്കില്ലാത്ത പാപങ്ങൾ വന്നുവശാകുന്നതും അത് പല പാപങ്ങൾക്കുള്ള ഉപകരണമാകുന്നതും ദൃഷ്ടിയാൽ അറിയപ്പെട്ടതും അനുഭവപ്പെട്ടതായും വരുന്നതുകൊണ്ട് സ്ത്രീ അക്ഷരവിദ്യ ശർഅ് അനുസരിച്ച വിധത്തിലും ദീനിയായ വിഷയത്തിലും ആയാൽ അത് അസ്ലിൽ മക്രൂഹ് മാത്രമാണെങ്കിലും ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ തീർച്ചയായും ഹറാമാവാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ. അൽബയാൻ 1930 ഫെബ്രുവരി. ഒരു നൂറ്റാണ്ട് മുമ്പ് എഴുതിയതാണ്. ഇന്നെന്താ അവസ്ഥ? ഇന്ന് സ്ത്രീകളുടെ അക്ഷരവിദ്യ കൂടുതലും കുഴപ്പമുള്ള കാലാണ്. ഇന്നാണ് പല ഹറാമുകൾക്കും പല ഫിത്നകൾക്കും ആ അക്ഷരവിദ്യ കാരണമാകുന്നത്. ഇന്നാണ് നിങ്ങൾ അക്ഷരവിദ്യ ഉരുട്ടിപ്പരട്ടി ഗുളിക രൂപത്തിലാക്കി അണ്ണാക്കിലിട്ട് കൊടുക്കുന്ന കാലാപ്പത്. ഇന്നല്ലടോ ഈ ഫത്വ ഏറ്റവും ഫിറ്റ്. ആ കാലഘട്ടത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ കെട്ടിയോൻ ഗൾഫിൽ അപൂർവമായിട്ട് ഗൾഫിൽ പോണ കാലത്ത് കെട്ടിയന്മാർ ഗൾഫിൽ നിന്ന് കത്തയക്കുമ്പോൾ ശിപ്പായി കൊടുന്നവരും കത്ത് വീട്ടിക്ക് കൊടുന്ന സമയത്ത് ഇത് വായിക്കാൻ അറിയേണ്ട വീട്ടിലുള്ള ഒരു ചങ്ങായിക്കും ഈ പെണ്ണിനെ ഏതാനും അറിയില്ല. അപ്പൊ പെണ്ണ് പറയാ, ശിപ്പായിയെ നിങ്ങളെന്ന് വായിച്ചാളി എത്താ മൂപ്പര് എഴുതിയിട്ടുണ്ടെന്നുള്ളത്. എന്നിട്ട് ശിപ്പായി ഇങ്ങനെ കത്ത് പിടിച്ച് വായിച്ചു കൊടുക്കുകയാണ്. എത്തിരിയും പിരിശത്തിൽ എൻ്റെ വീടര് ബീപ്പാത്തു അറിയാൻ അക്കരെ നിന്നും ബീരാൻകുട്ടി എഴുത്ത്. അനക്കും കുട്ടികൾക്കും അവിടെ സുഖം തന്നെ എന്ന് കരുതുന്നു. എനിക്ക് ഇവിടെ ഒരുവിധം സുഖം തന്നെ. എന്നിട്ട് കത്തിന്റെ അവസാനം ഉണ്ടാവും, ഏറെ വിഷമത്തോടെ എഴുത്ത് ചുരുക്കുന്നു. അവസാനം ഓന്റെ പകരം ഉമ്മയും കെട്ടിയോന്റെ പകരം ഉമ്മ ഉണ്ടാവും. എന്നിട്ട് വായിച്ചു കൊടുക്കുന്ന ശിപ്പായി ഉണ്ടല്ലോ, ഓന്റെ പകരം രണ്ടും ഉമ്മയും കൂടെ കൂട്ടിയിട്ട് ഉമ്മ ഉമ്മ ഉമ്മ. ഇതൊക്കെ ഇവിടെ സമുദായത്തിൽ കഴിഞ്ഞു പോയ ചീഞ്ഞ ചരിത്രങ്ങളാണ്. ആ പെണ്ണുങ്ങളാണ് ഇപ്പൊ നിങ്ങൾ സമ്മേളന നഗരിക്ക് എക്സിബിഷനക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി എന്താ നിങ്ങൾ മാറാന്? എവിടെ നിങ്ങൾ നിന്നിരുന്നത്? ഈ സമുദായത്തിന് എല്ലാ മേഖലകളിലും, വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിൽ, എല്ലാ മേഖലകളിലും അടച്ചിട്ട് നിങ്ങൾ തളച്ചിട്ട് നിങ്ങൾ അങ്ങനെ കൊണ്ടുവരുന്ന കാലങ്ങളോളം അല്ലേ? അന്ന് ഈ സമുദായത്തിന് വിദ്യാഭ്യാസത്തിന്റെയും ഇൽമിന്റെയും ഇബാദത്തിന്റെയും പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു സലഫി പണ്ഡിതന്മാര്. അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു. നിങ്ങൾ അനങ്ങാതെ അങ്ങനെ ഷോക്കടിച്ച മാതിരി നിന്നു പതിറ്റാണ്ടുകളോളം. കാളവിട്ട് കണ്ടെത്തിറക്കിയ കാള അനങ്ങാതെ നിൽക്കണ മാതിരിയായിരുന്നു നിങ്ങൾ കാട്ടിയിരുന്നത്. നിങ്ങൾ കുറെ പുറത്ത് തച്ചു നോക്കി അനങ്ങണില്ല, ബാല് പിടിച്ച് തിരിച്ചു നോക്കി അനങ്ങണില്ല, മൂക്കയറ് പിടിച്ച് കുറഞ്ഞു നോക്കി അനങ്ങണില്ല, മൂട്ടിലും തട്ടി നോക്കി അനങ്ങണില്ല. അവസാനം മുന്നായി മുളക് വെച്ച് കാളന്റെ ആസനത്തിൽ തേച്ചപ്പോഴാണ് കാള പാഞ്ഞത് എന്ന് പറഞ്ഞത്. ആ പാച്ചിൽ എപ്പോൾ നിങ്ങൾ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നിങ്ങളൊപ്പത്താന് നാനായി മുളക് മൂട്ടി തേക്കേണ്ട അവസ്ഥയാണ് ഇവിടുത്തെ നവോത്ഥാനത്തിന്റെ ആൾക്കാർക്കുള്ളത്. മനസ്സിലായോ? എക്സിബിഷനിൽ വരെ എത്തിച്ചു നിങ്ങൾ. ഇനി ഇവിടെ നിങ്ങൾ എത്താൻ ബാക്കി? ഇനി സ്ത്രീ ജുമാ ജമാഅത്തിനും കൂടെ എത്താൻ ബാക്കിയുള്ളൂ. പള്ളിന്റെ ഉള്ളിൽ വരെ എത്തിട്ടോ. ഇത്രയും കാലം പള്ളിന്റെ ഉള്ളിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം വീടിന്റെ ഉള്ളാണ് അവളെ പ്രശ്നം. പള്ളിനുള്ളിൽ കയറാൻ പാടില്ലായിരുന്നു. ഇപ്പൊ എല്ലാ പള്ളിന്റെ മുമ്പിലും എന്തായി യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ ഇവിടെ സൗകര്യമുണ്ട് എഴുതിച്ചൊക്കെയാണ്. എന്തിനാണ് നിങ്ങൾ പെണ്ണുങ്ങൾ യാത്ര ചെയ്യണത്? അതിന്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്. ഈ യാത്രക്കാരല്ലാത്ത സ്ത്രീകളോട് പങ്കെടുത്തങ്ങൾ എന്താ കാട്ടും? മൂക്കി ചെത്തുവോ? അവിടെ നിങ്ങൾ ടിക്കറ്റ് പരിശോധിക്കാൻ KSRTC കണ്ടക്ടറെ വെക്കണമാതിരി ഒരാളെ വെച്ചിട്ടുണ്ടോ? അങ്ങനെ അവരങ്ങനെ പരിശോധിച്ചിട്ട് ഇങ്ങനെ പെണ്ണോട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഉണ്ടോ? എന്നിട്ടിങ്ങനെ എല്ലാവരും ഇങ്ങനെ വരുമ്പോൾ ടിക്കറ്റ് ഇങ്ങനെ പരിശോധിക്കുക. ബിയാത്തു കാസർഗോഡ് മുതൽ കണ്ണൂർ വരെ യാത്ര, കുഞ്ഞാത്തു കണ്ണൂർ മുതൽ കോഴിക്കോട് വരെ. ആ ടിക്കറ്റ് ഇങ്ങനെ പരിശോധിക്കാൻ പോയിക്കോ, ബിയാത്ത് പോയിക്കോ, കുഞ്ഞാത്ത് പോയിക്കോ. നിങ്ങൾ നിബന്ധന ചെയ്തേച്ചങ്ങളോട് യാത്രക്കാരല്ലാത്ത ആളുകൾ ഈ പള്ളിയിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല. യാത്രാ പാസുകൾ ബിയാത്ത് കുഞ്ഞാത്തുന് കൈമാറാൻ പാടുള്ളതല്ല. യാത്രാ പാസ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ പള്ളിയിൽ കയറിയാൽ 500 രൂപ ഫൈൻ ഈടാക്കുന്നതാണ്.
ഗർഭിണികളും മുലയൂട്ടുന്ന കുട്ടികൾക്കും ഇരിക്കാൻ വേറെ സ്ഥലം, അങ്ങനെ ബസ്സിലൊക്കെ എഴുതിക്കണമാർ എഴുതിച്ചേക്കണം. നിങ്ങൾ എവിടുക്കാങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കണത്? എന്നാലും ഇതൊക്കെ ചെയ്താലും അംഗീകരിക്കൂലട്ടോ. അപ്പോഴും പറഞ്ഞു ഇവിടുത്തെ സമസ്ത ആണ് എല്ലാ നവോത്ഥാനത്തിന്റെ ആൾക്കാരെന്നാ ചേലച്ചുകൊണ്ടിരിക്കണത്. ഇപ്പൊ ഈ സ്ത്രീകൾക്ക് പള്ളിയിൽ മാത്രം പോകാൻ പാടില്ല, സ്ത്രീ ജുമാ ജമാഅത്തിനും പോകാൻ പാടില്ല, ബാക്കിയുള്ളവർക്കൊക്കെ എല്ലായിടത്തും എത്തി. എന്നാൽ നിങ്ങളെ സ്ത്രീകൾ ഒടുക്കും പോകാൻ പാടില്ല എന്നാണ് നിങ്ങളെ ഖ്വാജാക്കന്മാർ എഴുതിച്ച കിതാബിലുള്ളത്. കേട്ടോളി. നിങ്ങൾ പഠിപ്പിക്കുന്ന ഫിഖ് തന്നെ നോക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ എല്ലാവരും ഉത്തരം പറയേണ്ടി വരും. വയജിബു മൻഉൻ നിസാഇ മിൻ ഹുലൂരിൽ മസാജിദി ലിസ്സലവാത്ത് ഹിയ ഉലൂമുദ്ദീൻ. സ്ത്രീകളെ നിസ്കാരത്തിന് പുരുഷന്മാരോടൊപ്പം ഹാജരാകുന്നതിൽ നിന്ന് തടയൽ നിർബന്ധമാണ്. അടുത്ത വാക്കെന്താ? വമജാലിസി ദിക്രി ഇദാ ഖീഫത്തിൽ ഫിത്ന. ദിക്റിന്റെ മജ്ലിസിലേക്ക് പെണ്ണിനെ കൊണ്ടുവരുന്നതും തടയപ്പെടേണ്ടതാണ്. ഇതാരാ പറയണത്? മുത്തയടത്ത പിരാന്തന്റെ ഭാഷയിൽ പറഞ്ഞ സുഹാബിയല്ല, വഹാബിനോട് ബന്ധമുള്ള സുഹാബിയല്ല, കടുത്ത വഹാബി വിരോധികളായ ആൾക്കാര്. ഇന്ന് കേരളത്തിലെ ഖുറാഫികൾക്കിടയിലെ ഏറ്റവും വലിയ വഹാബി വിരോധികളാ പറയണത്. ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞിട്ടുണ്ട് അത്രേ, സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോലും മാത്രമല്ല ദിക്റിന്റെ മജ്ലിസൊന്നും തടയണം. ഇനിയിപ്പോ ഖുറാഫി ന്യായം പറയായിരിക്കും, ഇഹ്യാ ഉലൂമുദ്ദീനിൽ മഹാനായ ഇമാം ഗസാലി അവർ എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ പറഞ്ഞു പിടിച്ചിക്കാൻ നോക്കി കുറച്ചേലും കാലം. അല്ലാതെ ഇപ്പൊ എന്തോടും നിങ്ങളോടൊക്കെ പറയാ? അപ്പൊ സഹോദരങ്ങളെ, ഇവർ എത്തി നിൽക്കുന്ന അവസ്ഥ ഇതാണ്. കഴിഞ്ഞിട്ടില്ല, ബടായി കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ സമ്മേളന നഗരിയിൽ വീണ്ടും പൊട്ടിക്കാണ്. കേട്ടോളി. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കെ കേവലം മനുഷ്യന്റെ കേവല ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് മാത്രം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഹദീസുകൾ പഠിപ്പിച്ച യാഥാർത്ഥ്യങ്ങൾ വളച്ചൊടിച്ച് നിഷേധിക്കുന്ന ഈ വിഭാഗത്തിന് ഈ ന്യായം ശരിയല്ല എന്ന് കൃത്യമായി സമർത്ഥിച്ചുകൊണ്ട് മുസ്ലിം കേരളത്തിലുടനീളം വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങൾ സമസ്ത സമ്മേളനങ്ങളുമായും വിശദീകരണങ്ങളുമായും ലഘുലേഖകളുമായും ആനുകാലിക ലേഖനങ്ങളുമായും സംവാദങ്ങളുമായി പോരാട്ടം നടത്തിയതിന്റെ ഫലമായി ഒരു നൂറ്റാണ്ട് പോലും തികയുന്നതിന് മുൻപ് മുജാഹിദ് പ്രസ്ഥാനം ചിഹ്ന ഭിന്നമായി കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് ഇപ്പൊ സമസ്തന്റെ ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനത്തിനിടയിൽ കിട്ടിയ ഏറ്റവും വലിയ നേട്ടമായിട്ട് മൂപ്പര് പറയണത്. എന്താണ്? ഒരു നൂറ്റാണ്ടിലെ സമസ്തന്റെ പ്രവർത്തനം കൊണ്ട് ഇവിടുത്തെ മുജാഹിദുകൾ ഭിന്നിച്ച് ചിഹ്ന ഭിന്നമായി എന്നാ പറയണത്. അത് ഞങ്ങളെ പ്രവർത്തനം കൊണ്ടാണ്, വിശിഷ്യ ബഹുമാനപ്പെട്ട എന്റെ പ്രവർത്തനം കൊണ്ടാണ് എന്നൊരു ധ്വനി മൂപ്പരെ സംസാരത്തിൽ മുമ്പ് വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ചോദിക്കട്ടോ, നിങ്ങൾ ഭിന്നിക്കാൻ കാരണം എന്താ? നിങ്ങളിവിടെ എത്ര വിഭാഗമായി എണ്ണിപ്പറയാണെങ്കിൽ 1 EK സമസ്ത, 2 AP സമസ്ത, 3 ഷാജാറ, 4 വാഫി, 5 കാസിമി, 6 കുരുവട്ടൂരി, 7 ആലുവ ത്വരീഖത്ത്, 8 കക്കാട് വൈസി ത്വരീഖത്ത്, 9 ആലുന്തറ ത്വരീഖത്ത്, 10 നക്ഷബന്ദി ത്വരീഖത്ത്, 11 നൂർഷാ ത്വരീഖത്ത്, 12 സംസ്ഥാന സുന്നികൾ ആന സുന്നി, 13 ദക്ഷിണ കേരള, 14 കുണ്ടോട്ടി ത്വരീഖത്ത്, 15 കുറൂർ ത്വരീഖത്ത്, 16 മടവൂർ കോട്ട, 17 ഇസുന്നി, 18 കാവനൂർ ത്വരീഖത്ത്, 19 വേങ്ങാട് ത്വരീഖത്ത്, 20 ശംസിയ ത്വരീഖത്ത്, ഏറ്റവും ഒടുക്കം വന്ന പാകിസ്ഥാനിന് തൂക്കാൻ വിധിച്ച കൊല്ലാൻ വിധിച്ച അഹമ്മദ് ഗോഹർ ഷായി എന്ന ഷെയ്ത്താണ്ടായിരുന്നു. ഓന്റെ ത്വരീഖത്തും കേരളത്തിൽ വന്നു. ഇത് നിങ്ങളീന്ന് പോയതല്ലേ? ഇനി എണ്ണിയ തീരോ? 900 ത്വരീഖത്ത്. എന്നിട്ട് നിങ്ങളാ പറയണത് നിങ്ങളെ പ്രവർത്തനം കൊണ്ട് മുജാഹിദുകൾ ഭിന്നിച്ചു എന്ന്? കഴിഞ്ഞിട്ടില്ല. ഇത് നമ്മൾ പറയുമ്പോ നിങ്ങൾക്ക് വലിയ വഹാബി പറയില്ലേ എന്ന് പറയും. നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട കടുത്ത വഹാബി വിരോധി മൂത്തേടം പിരാന്തം തന്നെ പറയട്ടെ. പാർട്ടികളായി പിരിയ ഇപ്പൊ തിരിഞ്ഞു, അയ്യൊന്ന് പിന്നെയും തിരിഞ്ഞു, തിരിഞ്ഞുമെന്ന് കൂടി പിന്നെ തിരിഞ്ഞു, പിന്നെ തിരിഞ്ഞും കൂടി പിന്നെയും തിരിയും. നൂൽപുട്ട് പോലെയാണ് ആകുന്നത്. പുട്ടും നൂൽപുട്ടാണ് വ്യത്യാസമുണ്ട്. പുട്ടിന് തമ്മിൽ ഇഷ്ടമല്ലെങ്കിലും ഒരു തമ്മിൽ പശള്ളൊന്നുകൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. നൂൽപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പുറത്ത് വരുമ്പോഴത്തിന് പിരിയും. ഇപ്പൊ സുന്നികൾ നൂൽപുട്ടാണ്. വഹാബികളെ പള്ളി വരുന്നതിന് മുമ്പ് പുട്ടായിരുന്നു, ഇപ്പൊ സുന്നികൾ നൂൽപുട്ടാണ്. നൂൽപുട്ട് സുന്നികൾ എന്ന് പറയുക. ഇപ്പോഴത്തെ സുന്നികളെ പറ്റി പറയേണ്ടത് ബഹുമാനപ്പെട്ട നൂൽപുട്ട് സുന്നികൾ എന്ന്. പണ്ട് പുട്ടായിരുന്നു. തമ്മിലൊക്കെ കാരണന്മാർക്കൊക്കെ വിരോധം ഉണ്ടെങ്കിൽ പോലും പുറത്തേക്ക് ഉണ്ടാവില്ല. ഒക്കെ പുട്ട് നല്ല രണ്ട് ഭാഗത്തും നല്ല തേങ്ങട്ട് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുന്നികളെല്ലാം നൂൽപുട്ടുകളായി പ്രത്യക്ഷപ്പെടുകയാണ്. ഇനി നൂൽപുട്ടിനും പുതിയ ഒരു സാധനം ഉണ്ടാവും. നൂൽപുട്ട് എങ്ങനെയോ? എടോ, ഇത് ഞാൻ വിശദീകരിക്കണം. ഇനി നിങ്ങൾ നൂൽപുട്ട് സുന്നി എന്നായി പറയണത്. വഹാബികള് ഒരു പുട്ട് ഒറ്റക്കുത്തിന് ഒരു തുളയിൽ കൂടി തന്നെ പുറത്തിയാട് 3 കഷ്ണമായിട്ട് ചാടുള്ളെങ്കിലും നിങ്ങൾ 100 തുളയിൽ കൂടി 100 ഒരൊറ്റ നെക്കലിന് 100 വൈക്കൽ കൂടി ചാടുന്നത്. അക്കോലത്തിലുള്ള നൂൽപുട്ട് സുന്നിയാണ് നിങ്ങൾ. ഇതെങ്ങനെയായതാ? ഞങ്ങൾ പറയണ ഒരു നൂറ്റാണ്ട് കാലത്തെ ഇവിടുത്തെ സലഫികളുടെ പ്രവർത്തനം കൊണ്ടാണ് നിങ്ങൾ ഭിന്നിച്ചത്. നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ അംഗീകരിക്കോ? പിന്നെ എന്ത് അവകാശവാദമാണ് നിങ്ങൾ ഈ പറയണത്?
ഭിന്നിപ്പ് മുസ്ലിം സമുദായത്തിൽ കാലാകാലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഗൗരവമുള്ള വിഷയമാണ്, ലഘൂകരിക്കേണ്ട വിഷയമല്ല. ഭിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല. ഐക്യത്തിന്റെ പാതയിൽ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്, അള്ളാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിക്കേണ്ടവരാണ് മുസ്ലിം സമുദായം. അതവിടെ ഇരിക്കട്ടെ. പക്ഷെ നിങ്ങൾ ഈ അവകാശവാദം ഉണ്ടല്ലോ, നിങ്ങളെ പ്രവർത്തനം കൊണ്ടാണ് മുജാഹിദുകൾ ഛിന്ന ഭിന്നമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഈ നൂൽപുട്ടി എങ്ങനെ വന്നു? അത് വിശദീകരിക്കണ്ടേ? ഇനി ഇവരിങ്ങനെ പറയണ്ടല്ലോ, ഞങ്ങളെ പ്രവർത്തനം കൊണ്ട്, ഒരു നൂറ്റാണ്ടത്തെ പ്രവർത്തനം കൊണ്ട് വഹാബികൾ ഛിന്ന ഭിന്നമായി എന്നൊരു തലക്കെ പറയാ, എന്നിട്ട് പറയാ നമ്മളെ പള്ളികളൊക്കെ വഹാബികൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതെങ്ങനെയുള്ള പരിപാടി? അത് മനസ്സിലായില്ല. നിങ്ങളെ പള്ളികൾ എങ്ങനെ വഹാബികൾ പിടിച്ചെടുത്തു? ആദ്യം ഒരു പറയണത് കേൾക്കും. ഒരുപാട് പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പൊ കോഴിക്കോട് അങ്ങാടിയിൽ പോയാൽ 10ഓളം വലിയ പള്ളികളാണ് സുന്നികൾക്ക് നഷ്ടപ്പെട്ടത്. ബിദ്അത്തിന്റെ കക്ഷികൾ പിടിച്ചെടുത്തിട്ടുള്ളത്, വഹാബികൾ പിടിച്ചെടുത്തിട്ടുള്ളത്. അതൊക്കെയും നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. വഖഫിന്റെ പേരിൽ സമരം നടത്താൻ അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് യോഗ്യതയില്ല. വഖഫ് ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വഖഫ് ചെയ്ത ഭൂമികൾ, പള്ളികൾ, സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് കൈയടക്കി വെച്ച ആളുകളാണ് ഈ പറഞ്ഞ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും. അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. കോഴിക്കോട് അങ്ങാടിയിൽ നിങ്ങൾ വന്നാൽ ആദ്യമായി നിങ്ങൾ കാണുന്ന ആ മൊഹീദ്ദീൻ പള്ളി മുതൽ പട്ടാളപ്പള്ളി മുതൽ 10ഓളം 11ഓളം പ്രധാനപ്പെട്ട പള്ളികൾ, വലിയ പള്ളികൾ കോഴിക്കോട് അങ്ങാടിയിൽ വഖഫ് ചെയ്ത, സുന്നിക്ക് വഖഫ് ചെയ്ത പള്ളികൾ പിടിച്ചെടുത്തിരിക്കുന്നു. ഒരുപാട് പള്ളികൾ സുന്നികൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് കോഴിക്കോട് തന്നെ 10ഓളം പള്ളികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പള്ളി നഷ്ടപ്പെടല്? മനസ്സിലായില്ല. നിങ്ങളൊന്ന് വിശദീകരിച്ചാൽ മനസ്സിന് തിരിണ കോലത്തില് എങ്ങനെ പള്ളി നഷ്ടപ്പെടല്? നിങ്ങൾക്കൊന്ന് പരസ്യം കൊടുത്തൂടെ? ആ കാലത്ത് നിങ്ങൾ ഏതെങ്കിലും ഖുറാഫി പ്രസിദ്ധീകരണത്തിൽ സുന്നികളുടെ 10ഓളം പള്ളികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കണ്ടുകിട്ടുന്നവർ തൊട്ടടുത്ത സമസ്താലയത്തിൽ ഏൽപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഈ പള്ളി നഷ്ടപ്പെടല്? അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇവിടെ നിങ്ങൾ സമുദായത്തെ ക്ഷണിച്ചത് അള്ളാഹുവിലേക്കല്ല, ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകളിലേക്കാണ്. നിങ്ങൾ സമുദായത്തെ ക്ഷണിച്ചത് പള്ളികളിലേക്കല്ല, മക്ബറകളിലേക്കാണ്. അപ്പൊ പള്ളിക്ക് തിരിഞ്ഞൊക്കെ ആളില്ലാതാവും. അങ്ങനെ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തൗഹീദ് കിട്ടും. അങ്ങനെ ആ പള്ളി അവരുടെ റൂട്ടിൽ എങ്ങനെ പോകും? അങ്ങനെ തന്നെ സംഭവം. ഒരു നാട്ടിൽ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ, ഒരു നാട്ടിലെ ഒരു മഹല്ല് ഭരിക്കുന്ന സെക്രട്ടറിയും പ്രസിഡന്റും മുത്തവല്ലിയും ആ പള്ളിയുമായി ബന്ധപ്പെടുന്ന എല്ലാവരും സലഫികളായി മാറുമ്പോൾ പള്ളി മാത്രം ഇങ്ങനെ മസ്ലിം പിടിച്ച് ഞാൻ ഖുറാഫിയാണ് നിൽക്കുവോ? ഇല്ലല്ലോ. പള്ളി സ്വാഭാവികമായിട്ട് മാറും. അത് അറിയാനും മനസ്സിലാക്കാനും നിങ്ങളെ കൗമിന് പള്ളിനായിട്ട് വല്ല ബന്ധം വേണ്ടേ? പണ്ട് മലപ്പുറം ജില്ലയിലെ ഒരു കുഗ്രാമത്തിന്റെ ഉള്ളില് ഒരു നമസ്കാര പള്ളിയിൽ ഒരു ക്ലോക്ക് നഷ്ടപ്പെട്ട ഒരു ചരിത്രം എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. ക്ലോക്ക് നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും വലിയ ചർച്ചയായി. ആ നാട്ടിലെ കാര്യപ്പെട്ട രാജേര് പറഞ്ഞത്രേ, ഇവിടെ 2 മുജാഹിദ് പ്രവർത്തകരുണ്ട്, ഓല പിടിച്ച സംഗതി തുമ്പിട്ടുന്നു. അപ്പൊ ആൾക്കാർ അത്ഭുതം ചോദിച്ചു, മുജാഹിദ് ക്ലോക്ക് കക്ക്, അങ്ങനത്തെ ഒരു ദുസ്വഭാവം ഒന്നും ഓൽക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, അല്ല ഓല് കട്ടിട്ടല്ല, ഓല് ആ 2 ചെക്കന്മാർ മാത്രം പള്ളിയേക്ക് വരല്, അല്ലാതെ നമ്മൾ ആരെയും ആ പള്ളിയേക്ക് പോലുണ്ടോ? അപ്പൊ അവിടെ എന്തെങ്കിലും സംഭവം നടന്നു ഓലോട് ചോദിച്ചാൽ വല്ല തുമ്പും കിട്ടുന്ന ഞാൻ പറഞ്ഞത്. ഇതുപോലെ സംഭവിച്ച മലപ്പുറം ജില്ലയിലെ കുഗ്രാമത്തില് ഇതാണ് അവസ്ഥ. പള്ളിയേക്ക് തിരിഞ്ഞു നോക്കാൻ ആളില്ല. നിങ്ങളെ കൗമിന് ആകെ പള്ളിക്ക് വരില്ലപ്പോഴാ റബീഉൽ അവ്വൽ നേർച്ചന്റെ അന്ന് രാവിലെ വെട്ടി മുണങ്ങാൻ വേണ്ടി സുബീന്റെ മുമ്പ് പള്ളിയിലെത്തും. ഇതല്ലാതെ നിങ്ങളെ കൗമിന് പള്ളിയിട്ട് വല്ല ബന്ധമുണ്ടായിരുന്നോ? പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാ. അപ്പൊ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്ന ആ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ പള്ളി എങ്ങനെ പോവും? അങ്ങനത്തെ അല്ലേ സംഭവം. നിങ്ങൾ ഇന്ന് വരെ ഞങ്ങളുടെ ജാരം നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? നിങ്ങൾക്ക് കാക്കത്തൊള്ളായിരം ലക്ഷക്കണക്കിന് ജാരങ്ങൾ, 10,000-കണക്കിന് ജാരങ്ങളുണ്ടല്ലോ. നിങ്ങൾ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ കേരളത്തിൽ നമുക്ക് അനവധി ജാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് വഹാബികൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം നഷ്ടപ്പെടില്ല, അത് നിങ്ങൾക്കുള്ള മുതലാണ്. നിങ്ങൾ ജാരത്തിന്റെ ആൾക്കാരെ നിങ്ങളത് കെട്ടിപ്പിടിച്ച് അയിമ കൗന്നിരുന്ന് കിടന്നോളി. നിങ്ങള് ഞങ്ങളാണ് പള്ളിന്റെ ആളുകള്. പള്ളി ഞങ്ങൾക്ക് ആവശ്യമുണ്ടാവും, കാരണം അള്ളാഹിനെ ആരാധിക്കാനുള്ള പള്ളിയാണ്. ആ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും സലഫികളാവുമ്പോൾ പള്ളിയും സലഫിയാവും. എന്നിട്ട് ഇങ്ങനെ പൊതുവേദി എന്നിട്ട് പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് പിടിച്ചെടുക്കണം എന്നിങ്ങനെ പദം പറഞ്ഞിരുന്നുണ്ട്. വരി നിങ്ങൾ പിടിച്ചെടുക്കാൻ ബാക്കി അപ്പൊ പറഞ്ഞുതരാം. ഇനി ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇവരെ ഈ സമസ്തക്കാർ തിങ്ങിപ്പാർക്കുന്ന 1000-കണക്കിന് മെമ്പർമാരുള്ള 100-കണക്കിന് കുടുംബങ്ങളുള്ള ഒരു മഹല്ല് പള്ളി, ആ മഹല്ല് പള്ളിയിൽ 1-2 ആളുകൾ മുജാഹിദാകുന്നു. അവരെങ്ങനെ ഈ പള്ളി പിടിച്ചെടുക്കുക? 1000-കണക്കിന് ആൾക്കാരെ വിളിച്ചു കൂട്ടി ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ബടായി പറമ്പ് ഒരു ന്യായം വേണ്ടതിന് നുണ പറയുകയാണെങ്കിലും വേണ്ട ലോജിക്ക്. എങ്ങനെയാണ് നിങ്ങൾ 1000-കണക്കിന് 10,000-കണക്കിന് മെമ്പർമാരുള്ളടത്ത് ഒരു 2 മുജാഹിദരെ കൂടി നിങ്ങൾ പള്ളി പിടിച്ചെടുക്കല്? അപ്പൊ നിങ്ങൾക്ക് പള്ളിയിട്ട് അത്ര ബന്ധമുള്ളൂ, അതാ വിഷയം. അപ്പൊ സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് ഇതാണ് സമസ്തയുടെ 1 നൂറ്റാണ്ടിന്റെ ലഘൂകരിച്ച ചരിത്രമാണത്. ഇതിലെല്ലാം ഉണ്ട്. ഇവർ അള്ളാഹുലേക്ക് ക്ഷണിക്കാനല്ല, ഇവർ ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകളിലേക്ക് ക്ഷണിക്കാനാണ് സമസ്ത രൂപീകരിച്ചത്. നമ്മൾ തുടക്കത്തിൽ കളിപ്പിട്ടല്ലോ. ഇവര് അള്ളാഹുവിന്റെ മഹത്വം പറയാനല്ല,
ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകളുടെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥകളും കോമാളിക്കഥകളും കോമഡി കഥകളും പ്രചരിപ്പിക്കാനാണ് ഇവർ ഈ സമസ്ത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതില് ചോട്ടാ മൊല്ല മുതല് മൂത്ത മൊല്ല വരെ അതിൽ വ്യത്യാസമല്ല. ഈ പറഞ്ഞ ജിഫിരി മുത്തുക്കാക്കണ്ടല്ല, ഇച്ചങ്ങായും ഈ ബടായി പറഞ്ഞതിൽ യാതൊരു കുറവില്ല. കേട്ടോളി, അയാളൊരു തൊള്ളു. ഇതൊക്കെ എതിർക്കണവരുണ്ടാവും. ചിലപ്പോൾ ഇന്ന് തന്നെ വാട്സപ്പ് കാണാം, മുജാഹിദീകൾ എന്നുള്ള ചില ആളുകൾ ഇതിനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. എന്തെങ്കിലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് പറഞ്ഞാൽ അതിനെ എതിർക്കുക എന്നുള്ളതാണ്. എന്നാൽ അവരോട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഇതിനൊന്നും മടങ്ങൂല. ഇത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഈ ആശയാദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്തത് പറയുമ്പോൾ ഇപ്പം മമ്പ്രം തങ്ങളെ പറ്റി തന്നെ പല കറാമത്തുകളുണ്ട്. അവർ സുബഹിക്ക് ഇവിടുന്ന് പോയി സുബൈ ഹറമെന്ന് നിൽക്കരിച്ചു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ പലതുണ്ട്. എനിക്ക് പലതും പറയാനറിയാം. മമ്പ്രം തങ്ങളെ പറ്റി തന്നെ പല കറാമത്തുകളുണ്ട്. അവർ സുബഹിക്ക് ഇവിടുന്ന് പോയി സുബൈ ഹറമെന്ന് നിൽക്കരിച്ചു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ പലതുണ്ട്. എനിക്ക് പലതും പറയാനറിയാം, അറിയാത്തതുകൊണ്ടല്ല. പക്ഷെ അപ്പോൾ അതിനെ പരിഹസിക്കാനുണ്ടാവും. ഇന്നത്തെ ഇതിൽ പല ആളുകളുണ്ടല്ലോ, പിന്നെ പറയണവർ മുജാഹിദ് ജമാഅത്തിൽ നിന്നുള്ള പല പ്രസംഗകരുണ്ട്, പ്രസംഗകരല്ലാതെ പല പ്രസംഗം ചെയ്യുന്ന പല ആളുകളുണ്ട്. അപ്പോൾ ആരായാലും അവർക്കൊക്കെ പലതും പറയാനുണ്ടാവും. ആര് പറഞ്ഞാലും നമ്മൾ ഈ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. കേട്ടില്ലേ, മുക്കി മൂളി തള്ളി ഒപ്പിക്കുകയാണ്. മമ്പ്രം തങ്ങളെ കറാമത്തിൽ സുബീക്ക് ഇവിടെ ഉണ്ടാവും, ലോർക്ക് മറ്റോടത്തുണ്ട് മക്കത്തുണ്ടാവും, അസർക്ക് മസ്ജിദുൽ അക്സയിലുണ്ടാവും, അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഇത് മുജാഹിദുകൾക്ക് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് അവരിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടോ, ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടല്ല, ഞങ്ങളെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടല്ല, ഇസ്ലാമിന്റെ ബുദ്ധിക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇത് എതിർത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്ലാമിക പ്രമാണങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം ഞങ്ങളെ മുമ്പിലുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശരീരം, തിരുശരീരം രോഗാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് പോലും വേറൊരു തടിന വേറെ സ്ഥലത്ത് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലായോ? റസൂലുള്ളാഹിക്ക് ബോധം വരാൻ കാത്തിക്കണ സഹാബത്ത്. റസൂലുള്ളാഹിക്ക് ഒറ്റത്തടിയുള്ളായിരുന്നു. റസൂലുള്ള ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ അവിടുന്നിന്റെ പല ഭാര്യമാരുണ്ടായിട്ടും യുദ്ധത്തിന് പോയപ്പോൾ അങ്ങനെ ഇവിടെ ഒരു രാവിലെ യുദ്ധത്തിന് ഇവിടെ, ഉച്ചക്ക് മറ്റേ ഭാര്യൻ്റെ അടുത്തും വൈകുന്നേരം മറ്റേ, അങ്ങനെ പാറി പറന്ന് നടന്നിട്ടില്ല. ഇസ്ലാമിക പ്രമാണം അതാണ്. ആ പ്രമാണങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിവരക്കേട് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇത് എതിർക്കണത്. എന്നിട്ട് ഉപരി പറയാണ്, നമ്മളിതെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളെ എത്ര എതിർത്തിട്ടും കാര്യമില്ല, സമസ്ത ഇവിടെ ഉള്ളോടത്തോളം കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. പറയണോടോ, സമസ്ത അതിനാ രൂപീകരിച്ചത്. ഈ വക ബടായി പറയാന്, ഈ മായാവി കഥകൾ പറയാന്, ഈ തള്ളാനാണ് സമസ്ത രൂപീകരിച്ചത്. ഞങ്ങൾ പല വർഷം പറഞ്ഞല്ലേ. അപ്പൊ നിങ്ങൾ സമസ്ത ഉള്ളിടത്തോളം അത് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് പറയാത്തൊരവസ്ഥ പിന്നെ സമസ്ത ഉണ്ടാവോ? പിന്നെ സമസ്ത പിരിച്ചുവിടല്ലേ നല്ലത്. ഇത് പറയാനും പൊലമ്പാനും തന്നെയല്ലേ സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് മുജാഹിദുകൾ മാത്രം അത് പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾ ഈ പരിധി വിട്ട തള്ളിനെ കുറിച്ച് നിങ്ങൾ അനുയായികൾ പറയണല്ലേ, പരിധി വിട്ട തള്ളുകൾ ഇവിടെ കൂടിക്കൊണ്ടിരിക്കണം, തൊള്ളി തോന്നിയത് തലിം പാലില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞങ്ങൾ മാത്രം പറയണത് കേട്ടോളി. നിങ്ങളെ സജീവ പ്രഭാഷകൻ തന്നെ പറയട്ടെ. ശംസുൽ ഉലമ ഉടനെ ഇൽമ് അമല്. അവർ വലിയല്ലെങ്കിൽ കേരളത്തിൽ വലിയില്ല. പിന്നെ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു ഒരു വിളിയാളം കിട്ടിയതുപോലെയാണ്. തസത്തർ വിലായത്തക ബിൽ ഫിഖ്ഹി എന്ന് പറഞ്ഞില്ലേ, നിങ്ങളെ വിലായത്ത് ഫിഖ് കൊണ്ട് മറച്ചു വെക്കണം എന്നാണ്. അതുകൊണ്ട് അവരൊന്നും ഔലിയാക്കളായിട്ട് അറിയപ്പെടില്ല. കാരണം അവർ വലിയ കറാമത്തിലാണ്. ഇസ്തിഖാമത്താണ് വലിയ കറാമത്ത്. ഖവാരിക്ക് 2 നമ്പറാണ്. ഖവാരിക്കൊരു വിഷയമല്ല. നൈമലാണ് ഇപ്പോൾ എല്ലാവരും കൂടുന്നത്. ഖവാരിക്കിൻ്റെ പ്രളയമാണിപ്പോൾ, സുനാമിയാണെന്ന് പറയാം. അതുകൊണ്ടുണ്ടാകുന്ന അപകടം ചിന്തിച്ചിട്ട് മൂല്യന്മാർ വരെ നീച്ചുന്നാണ്ട് വാലുള്ള തലയെക്കെട്ടും കെട്ടിയിട്ട് അങ്ങനെ പറയാണ്. ഉള്ളതില്ലാത്ത ഖവാരിക്ക് അങ്ങനെ പറഞ്ഞ് സമയം കളയാണ്. കേട്ടില്ലേ, ഇത് വഹാബികളായി പറയണത്. ഇന്നത്തെ അവസ്ഥയാണ് മൂപ്പരി പറയണത്. മൂപ്പരയിലും വലിയ തള്ളൽ വേറെ തള്ളലുണ്ട്, അവിടെ ഇരിക്കട്ടെ. അത് ഞാൻ പല വർഷം പറഞ്ഞതാണ്, വേണമെങ്കിൽ ഇനിയും പറയാം. ഇതിനെക്കാട്ടി എല്ലാവരും ഞെട്ടിപ്പിക്കണ തള്ളൽ ഈ പറഞ്ഞ ആളെന്നെ തള്ളലുണ്ട്. അപ്പൊ ഇന്നിപ്പോ പറയണെങ്കിൽ പിന്നെ ഇങ്ങനെ ഉള്ളതും ഇല്ലാതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ കറാമത്തിന്റെ പേരിൽ. ഇസ്തിഖാമത്താണ് ഏറ്റവും വലിയ വിലായത്ത്, അല്ലാതെ ഈ തള്ളലല്ല, ഈ അത്ഭുതങ്ങളല്ല എന്നായി പറയണത്. ഇന്ന് മോലിയന്മാര് തലീകെട്ടും കെട്ടിയിട്ട് ഇങ്ങനെ ഉള്ളതും ഇല്ലാത്തതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് പറഞ്ഞത് വഹാബിയാണോ മുത്തുകോയാക്ക ആണോ? ഇത്ര വഹാബിയുടെ പോലെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റത് ഓല് പറയുന്നതായി പറയണത്. അപ്പൊ ഇതാരാ, ഇതെന്തിനാ അടിസ്ഥാനത്തിലായി പറയണത്? അപ്പൊ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ഇങ്ങനെ ഒത്ത രീതിയിൽ പറഞ്ഞ സ്വഭാവങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഓരോ സദസ്സിനനുസരിച്ച് നല്ല അന്തമില്ലാത്ത കോമാണ് മുമ്പിൽ കണിച്ച് നല്ല തള്ളലുള്ളൂ. പല കറാമത്തും ഇച്ചങ്ങായനെ തള്ളിയിട്ടുണ്ട്, ഈ റഹ്മാൻ തന്നെ.
എന്നാലും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉള്ളതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കൗമാരെ മുമ്പിലുണ്ടോ? അല്ല ഏത് ആദ്യമാർ സ്റ്റേജിൽ ഫണ്ട് കൊടുക്കണ ആദ്യമാരുണ്ടാവുകയെ ഈ മഹലിലും പള്ളിക്കും വല്ല സ്ഥാപനത്തിനൊക്കെ ഓൾക്ക് ചിലപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ പറ്റൂല. അപ്പോൾ ഓല സ്റ്റേജിൽ ഇരുത്തിട്ട് നേരെ തിരിച്ചും പറയും ഇത് ഇപ്പൊ അങ്ങനെ കറാമത്തിന്റെ പേര് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പേരോടുന്നുണ്ട് ആ സ്വഭാവം. അല്ലാതെ ഇവലൊന്നും ഇതിന് എതിരായിട്ടല്ല. വലിയ കള്ളക്കഥകൾക്കും ഈ പോരിശിയാക്കപ്പെട്ട കള്ളക്കറാമത്ത് കഥകൾക്ക് എതിരായിട്ടല്ല ഈ പറഞ്ഞതൊന്നും. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് സമസ്തയുടെ ആകത്തുക. ഇനിയിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കൗമിന് ധാരണ ഉണ്ടാവും ഖുറാഫികൾക്ക്. എന്നാലും ഞങ്ങളെ സമസ്തന്റെ സമ്മേളനം ജനലക്ഷങ്ങൾ പങ്കെടുത്തിട്ട് വിജയിച്ചില്ലേ, ഞങ്ങളെ പരിപാടിക്ക് എത്ര ആളാണ്, അതാണ് സത്യത്തിന്റെ മാനദണ്ഡം എന്നാണ് കൗമിന്റെ ധാരണ. അവിടെ നിന്ന് എന്ത് തോന്നിയാസം, എന്ത് പുലഭ്യം പറഞ്ഞാലും, എന്ത് പ്രമാണവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാലും ആളുകൂടിയില്ലേ എന്നാണ്. അതുപോലെ പല പരിപാടികൾക്കും ഈ ആളുകൂടൽ എങ്ങനെ, അത് ആൾക്കാരിങ്ങനെ ഒരു ഉത്സവ മൂഡില്, ഒരു ആഘോഷ മൂഡില് എല്ലിനും വലിച്ചിട്ട് വണ്ടിയിൽ കയറ്റും. അങ്ങനെയാണ് പൊതുവെ സമ്മേളനങ്ങൾക്ക് ആളുകൂടല്. എല്ലിനും വലിച്ചിട്ട് ഓസിക്കൊരു യാത്ര കാസർഗോഡേക്ക്, അവിടെ കുറേ ആൾക്കാരെങ്ങനെ കാണാം, അവിടുത്തെ കച്ചവടങ്ങൾ കാണാം, അവിടുത്തെ വള്ളക്കച്ചവടം കാണാം, മുട്ടായി കച്ചവടം കാണാം, അവിടുത്തെ മറ്റേ കലാപരിപാടി കാണാം. അതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ വയന്നിങ്ങനെ തൊള്ളം പൊളിച്ചിങ്ങനെ നടക്കുക, പട്ടി എന്തൊക്കെ പോയാലിങ്ങനെ നടക്കുക. ഇതാണ് ഇപ്പം ഇതിൻ്റെ വിജയം എന്ന് പറയണത്. ഇവരെ പല പരിപാടി ഇങ്ങനെ തന്നെയാണ്. ഇവർ നിങ്ങൾ വിചാരിക്കേണ്ട ഈ പരിപാടി കാണാൻ വരുന്ന ആൾക്കാർ, അവിടുത്തെ ആൾക്കാർ മുഴുവനും അത് ആസ്വദിക്കാനും അവിടുന്ന് ഇൽമു പഠിക്കാനാണ് വരുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതിന് ചെറിയൊരു ഉദാഹരണം കാസിമിനെ പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞു കേട്ടോളി. നമ്മളെ പരിപാടിയുടെ ലാഭം മൈക്കക്കാർക്ക് പൈസ കിട്ടാന്ന് ഞാൻ തിരൂരിൽ പ്രസംഗിക്കുന്ന ഒരു 5-8 കൊല്ലം മുമ്പ് അങ്ങനെ 3 ദിവസം വാഗൺ ട്രാജഡി ഹാളിൽ ഇങ്ങനെ പ്രസംഗം കഴിഞ്ഞ് നിർത്താൻ നേരത്ത് ഒരാൾ സദസ്സിൽ കയറി വന്ന് വലിയ ദ്വാസമാണ് ലാസ്റ്റ്. അപ്പോൾ വേറെ ഉസ്താദുമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാള് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ 2 ദിവസം കൂടി വേറെ നീട്ടിക്കൂടെ അന്വേഷിച്ചു. അപ്പോ എന്താ നീട്ടണേ, എനിക്ക് നാളെ വേറെ പരിപാടിൻ്റെ ഒന്ന്, പിന്നെ സംഘാടകർ നീട്ടാൻ കൊണ്ട് പറ്റൂല, നമ്മൾ ഇത്ര ഡേറ്റിനെ ഇവിടെ വാടക എടുത്തിട്ടുള്ളൂ, പറ്റൂല, നാളെ വേറെ പരിപാടി ഉണ്ടാവും, അങ്ങനെ പറ്റൂല. ഏതായാലും ഈ വന്ന് ചോദിച്ചവരെ പറ്റി നല്ലൊരു ദ്വാ നടത്തി. നമ്മളെ കുട്ടികൾക്ക് വേല വെക്കാനുള്ളൊരു പൂതി. 3 ദിവസം വേല കേട്ടിട്ടും കുട്ടികളെ പൂതി അവസാനിച്ചില്ലല്ലോ. ഇങ്ങനത്തെ ചെറുപ്പക്കാരാണ് നമ്മുടെ സമുദായത്തിന്റെ ഇസ്സത്ത് എന്നൊക്കെ പറഞ്ഞ് നല്ല ഒരു ദ്വാ കിട്ടി. 3-ാം ദിവസം താഴെപ്പാടം സിദ്ദീഖാജി എന്നെ വിളിച്ചാന്ന് പറഞ്ഞ് ആ വന്നോൻ ആരാ നിങ്ങൾക്ക് തിരിഞ്ഞു ചോദിച്ചു. ഇല്ല, ഓനാണെങ്കിൽ ആ കോമ്പൗണ്ടിൽ തട്ടുകട നടത്തണത്. മനസ്സിലായില്ല. 3 ദിവസത്തെ വയറുകൊണ്ട് അത്യാവശ്യമൊക്കെ ലാഭം ഉണ്ടായി. 2 ദിവസം കൂടി നടത്തിയാൽ ഓൻ്റെ അത്യാവശ്യം നിന്ന് തിരിയാളെ. മനസ്സിലായില്ല. ഇതാണ് നമ്മളെ വയലിന്റെ ലാഭം. ഇതാണ് നിങ്ങളെ വയലിന്റെ ലാഭം. ആർക്കാ ലാഭം? വള്ളക്കച്ചവടക്കാർക്ക്, തട്ടുകട കച്ചവടക്കാർക്ക്, സർബത്ത് കച്ചവടക്കാർക്ക്, മുട്ടായി കച്ചവടക്കാർക്ക്, ഈ വക കുറച്ച് കച്ചവടക്കാർക്ക് ലാഭം കിട്ടുന്നല്ലാതെ സമുദായത്തിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. അത് നിങ്ങളെ വയലാണെങ്കിലും സമ്മേളനമാണെങ്കിലും ദിക്ർ ദുആ മജ്ലിസിലാണെങ്കിലും തൗബ മജ്ലിസാണെങ്കിലും സ്വലാത്ത് മാമാങ്കാണെങ്കിലും എല്ലിൻ്റെ ആകത്തുക കുറെ മൈക്കക്കാർക്ക് പൈസ ഇട്ടും, ലൈറ്റ് ആൻഡ് സൗണ്ട്സിന് പൈസ ഇട്ടും, മുട്ടായി കച്ചവടക്കാർക്ക് പൈസ ഇട്ടും, കുറെ വള്ളക്കച്ചവടക്കാർക്ക് പൈസ ഇട്ടുന്നല്ലാതെ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ ആഘോഷം മൂലം ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നല്ലാതെ ഉമ്മത്തിന് അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. നിങ്ങളെ സമ്മേളനം കൊണ്ടും ഗുണമല്ല, നിങ്ങളെ കൂടിച്ചേരലും ഗുണമല്ല, നിങ്ങളെ സംഘടന കൊണ്ടും ഗുണമല്ല. ഈ സമസ്ത എന്ന പിന്തിരിപ്പം പ്രസ്ഥാനം പിരിച്ചുവിട്ടാൽ മാത്രമേ സമുദായത്തിന് ഗുണമുള്ളൂ. എത്രയും പെട്ടെന്ന് പിരിച്ചുവിടണോ അത്രയും സമുദായത്തിന് നല്ലത്. കാരണം സമുദായത്തിന് അള്ളാഹുവിൽ നിന്ന് അകറ്റാനാണ് ഈ സാധനം ഉണ്ടാക്കിയത്. ഈ വഴി വെച്ച പ്രസ്ഥാനം ഇതുണ്ടാക്കിയത് അതിനാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ പിരിച്ചുവിടണോ അത്രയും പെട്ടെന്ന് സമുദായം അള്ളാഹുവിലേക്ക് അടുക്കും. അത്രേ പറയാനുള്ളത്. ഇനി മറ്റൊരു സമ്മേളനം വരണ്ടാ, ആരും ഏൽപ്പിക്കാരുത്. അത് ഇൻഷാ അല്ലാഹ് അള്ളാഹ് ആയുസ്സും ആരോഗ്യം തൗഫീഖും തന്നാൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഓല സമ്മേളനം പോണെന്ന് കഴിയട്ടെ. ഇനി ഓൾക്ക് എന്തൊക്കെ തോന്നിയാസാ പറയാനുള്ളത്, ഓൾക്ക് എന്തൊക്കെ പുലഭ്യ പറയാനുള്ളത്, ഓൾക്ക് എന്തൊക്കെ പാരമ്പര്യ പറയാനുള്ളത്, അതും പാടൊന്ന് കേൾക്കട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് അവിടെ വളർത്തിത്തരാം. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, സമസ്ത എന്ന പ്രസ്ഥാനം 1 നൂറ്റാണ്ട് കൊണ്ട് കേരളത്തിന് നൽകിയത് എന്ത്, സമുദായത്തിന് നൽകിയത് എന്ത്? വലാലത്തും ഷിർക്കൻ വിശ്വാസങ്ങളും കുഫ്റൻ വിശ്വാസങ്ങളും വഴിപിഴച്ച സൂഫി ഷിയ വിശ്വാസങ്ങളുമല്ലാതെ ഉമ്മത്തിന് നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന, നരകത്തിൽ നിന്നും അകലാൻ കാരണമാകുന്ന, സ്വർഗത്തിലേക്ക് അടുക്കാൻ കാരണമാകുന്ന ഒരു അറഫ് ഈ സമുദായത്തിന് സമസ്ത പഠിപ്പിച്ചെടുത്തിട്ടില്ല. പല പ്രമാണങ്ങൾ മുഴുവനും ഈ വക കീറ കിതാബുകളും സൂഫി കിതാബുകളും പീറ കിതാബുകളും വഴിപിഴച്ച മാലമൂലിത കിതാബുകളുമാണ് ഇവരുടെ ആദർശത്തിന്റെ നട്ടല്. അത് തിരിച്ചറിഞ്ഞ് സമസ്തയെ അകറ്റി നിർത്തി അള്ളാഹുവിന്റെ യഥാർത്ഥ ദീനിലേക്ക്, പരിശുദ്ധ ഖുർആനിലേക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലേക്ക്, സ്വഹാബത്ത് കാണിച്ചു തന്ന, ജീവിച്ച് കാണിച്ചു തന്ന ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക്, യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഈ സമുദായം അടുക്കണം, അതിനെക്കുറിച്ച് പഠിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.